ഈ ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, നിലയെങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച് കെട്ടി 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈജിയൻ കടലിടുക്കൻ്റെ ഖനിഗർഭങ്ങളിൽ കടന്നു ചെന്ന് യോഹന്നാനെ തൊട്ടുണർത്തി വെളിപ്പാടുകളെ കൈമാറിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും ഇതിനകത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മനാഥന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ധ്യാനത്തിലേക്ക് ആമുഖം കൂടാതെ പ്രവേശിക്കട്ടെ. ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഏദനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയെയും അതിൻ്റെ 4 ശാഖകളെയും കുറിച്ചാണ് പറയുന്നത്. അതിലെ 4-ാമത്തെ ശാഖയാണ് ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ ചിന്താവിഷയം. അത് പറഞ്ഞുകൊണ്ട് വാക്യത്തിലേക്ക് കടക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങൾ. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്ന പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്രമാകുന്നു. അവിടെ ഗുൽഗുലവും ഗോമേദകവുമുണ്ട്. ശ്രദ്ധിക്കണമേ, 10-ാം വാക്യത്തിൽ തോട്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന നദിയെയും അത് 4 ശാഖകളായി പിരിയുന്നുവെന്നും പറയുന്നു. 11-12 വാക്യങ്ങൾ ഒന്നാമത്തെ നദിയായ പീശോനെ കുറിച്ച് പറയുകയാണ്. പീശോനെ കുറിച്ച് പറയുവാൻ 2 വാക്യങ്ങൾ എടുത്തിരിക്കുന്നു. വീണ്ടും 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? രണ്ടാം നദിക്ക് ഗീഹോൻ എന്ന് പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. കൂശ് ദേശത്തെ ചുറ്റുന്ന ഗീഹോൻ എന്ന 2-ാമത്തെ നദിക്ക് ഒരു വാക്യം വേർതിരിച്ചിരിക്കുന്നു. അടുത്ത ഭാഗം 14. മൂന്നാം നദിക്ക് ഹിദ്ദേക്കൽ എന്ന് പേർ. അത് അശ്ശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. ഈ ഒരു വാക്യത്തിലേക്ക് വരുമ്പോൾ 2 നദികളെ പറയുന്നു. അതിൽ 3-ാമത്തെ നദിയെക്കുറിച്ച്, ഹിദ്ദേക്കൽ നദിയെക്കുറിച്ച് പറയുന്നു. ഹിദ്ദേക്കൽ നദി അശ്ശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. 4-ാമത്തെ നദിയെക്കുറിച്ച് വായിച്ചാട്ടെ. 4-ാമത്തെ നദി ഫ്രാത്ത് ആകുന്നു. ഇവിടെ ഒരു വിവേചനം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ശാഖ പീശോനെ കുറിച്ച് വളരെ വിവരിച്ചിരിക്കുന്നു. പീശോൻ ഹവീല ദേശം ചുറ്റുന്നു. അവിടെ പൊന്നിനെ ഉളവാക്കുന്നു. ഗുൽഗുലവും ഗോമേദകവും ഉളവാക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്ന ഒരു നദി. രണ്ടാമതായി ഗീഹോനെ കുറിച്ച് പറയുന്നു. ആ ഗീഹോൻ പ്രസിദ്ധമായിരിക്കുന്ന കൂശ് ദേശത്തെ ചുറ്റുന്നു എന്ന് പറയുന്നു. അതിനനന്തരം ഹിദ്ദേക്കൽ അത് അശ്ശൂരിന്റെ കിഴക്കോട്ട് ഒഴുകുന്നുവെന്ന് പറയുന്നു. ആദ്യത്തെ 3 നദികളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഒരു നദിയുടെ ഗുണഗണങ്ങളെ പറയുന്നു, മറ്റേ 2 നദികളുടെ ദിശ ഒഴുകുന്നതിനെ കുറിച്ച് പറയുന്നു. എന്നാൽ 4-ാമത്തെ നദിയിലേക്ക് കടന്നു വരുമ്പോൾ, ഫ്രാത്ത് നദിയിലേക്ക് കടന്നു വരുമ്പോൾ, ആ ഫ്രാത്ത് നദിയെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. ആ ഫ്രാത്ത് നദിയെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. 4-ാമത്തെ നദി ഫ്രാത്ത് ആകുന്നു എന്ന് മാത്രം പറഞ്ഞു നിർത്തി. എന്താ ഫ്രാത്തിനെ മാത്രം അങ്ങനെ ഒതുക്കി നിർത്തിയത്? ഈ തിരുവെഴുത്തിലെ പ്രാഥമിക പഞ്ചഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ അത് മോശയാൽ എഴുതപ്പെട്ടതാകുന്നു. മോശെ ഈ 4 നദികളെ എഴുതുമ്പോൾ എന്താണ് ഫ്രാത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ എഴുതി നിർത്തിയത്? കാരണം ഫ്രാത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ മോശ എഴുതി നിർത്തുമ്പോൾ മോശയ്ക്കൊരു തിരിച്ചറിവുണ്ടായിരുന്നു. ഒറ്റ വാചകത്തിൽ അല്ലെങ്കിൽ മറ്റേ 3 നദികളോടുകൂടെ ചേർത്തെഴുതാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വിവരണം അല്ല ഫ്രാത്തിന് നൽകുവാനുള്ളത്. ഇന്ന് പകൽക്കാലം ഞാൻ ആദ്യമേ ഒന്ന് പറയട്ടെ, നിന്നോട് കൂടെയുള്ള മറ്റു 3 പേരെ കുറിച്ചും നല്ല വിവരണങ്ങൾ നൽകുമ്പോൾ, നല്ല വിശദീകരണങ്ങൾ നൽകുമ്പോൾ, നല്ല ദൂതുകൾ അവർ കേൾക്കുമ്പോൾ, നല്ല വ്യാഖ്യാനങ്ങൾ അവർക്ക് ലഭിക്കുമ്പോൾ, നീ ഒരുത്തൻ മാത്രം ഫ്രാത്തിനെ പോലെ ഒറ്റ വാക്കിൽ ചുരുക്കപ്പെടുമ്പോൾ എന്തോ ഒരു കുറവുണ്ടെന്ന് നീ കരുതരുത്. ഈ ഭാഗം വായിക്കുമ്പോൾ 10 തുടങ്ങി 14 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ പീശോൻ വലിയൊരു നദിയാണെന്നും ഗീഹോൻ നല്ല നദിയാണെന്നും, ആമേൻ, സ്തോത്രം, ഹിദ്ദേക്കൽ
പ്രസിദ്ധമാണെന്നും തോന്നിയിട്ട് ഫ്രാത്ത് ഒന്നുമല്ല എന്ന് തോന്നിയേക്കും. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ ഒരു അരമുറി വാക്യത്തിനകത്ത് ഫ്രാത്തിനെ എഴുതി ഒതുക്കുമ്പോൾ ഫ്രാത്തിന് തിരുവെഴുത്തിന്റെ അവസാന പുസ്തകം വരെയായ വെളിപ്പാട് പുസ്തകം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രം അവിടെ ആരംഭിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ അതിൽ നിന്നൊരു വെളിപ്പാട് ദൈവജനത്തിന് കൈമാറട്ടെ. ഉൽപ്പത്തിയിൽ നിന്റെ പേര് ചുരുക്കപ്പെട്ടെങ്കിൽ വെളിപ്പാട് വരെ നീണ്ടു നിൽക്കുന്ന എന്തോ ഒന്ന് ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യാനുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, നിന്റെ ബാല്യത്തിലും കൗമാരത്തിലും മോഹഭംഗങ്ങൾ കടന്നു വന്ന് പ്രതീക്ഷകൾ തളിരിടാതെ എവിടെയോ നീ ഒന്നുമല്ലാതായിപ്പോയി എന്ന് തോന്നിയെങ്കിൽ ഇന്ന് നിന്റെ കുട്ടിക്കാലത്ത് നിന്റെ സഹപാഠികൾ നിന്നെക്കാട്ടിലും ഉന്നതങ്ങളിൽ എത്തുന്നത് കാണുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ച് പ്രീതി ഇല്ലയോ എന്നൊരാശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ഏദനിൽ നിന്ന് പുറപ്പെട്ട ഒറ്റ നദിയുടെ 4 ശാഖകളിൽ 3 ശാഖയെക്കുറിച്ചും പറയാൻ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ 4-ാമത്തെ ശാഖയെക്കുറിച്ച് ഒന്നും പറയാനില്ലായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഒരപ്പന്റെ 4 മക്കളിൽ 3 പേരെ കുറിച്ചും പറയാൻ ഏറെ ഉണ്ടായിരുന്നു. എന്നാൽ 4-ാമത്തവനെ കുറിച്ച് പറയാൻ ഒന്നുമില്ലാതെ ആയിപ്പോയി. എന്നാൽ ഇവിടെ ഉൽപ്പത്തി 2:14 ഫ്രാത്തിനെ ഒറ്റ വാക്കിൽ നിർത്തുമ്പോൾ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ പിൽക്കാലത്ത് ദൈവം ഇസ്രായേലിന്റെ നടുവിൽ എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരുടെ ശുശ്രൂഷയ്ക്കകത്ത്, പ്രവാചക വാക്യങ്ങൾക്കകത്ത്, പ്രവാചക പ്രവർത്തികൾക്കകത്ത് ദൈവം ഈ ഫ്രാത്തിനെ ഉപയോഗിക്കുന്നതിനെ കാണുവാൻ കഴിയുക. പിൽക്കാലത്ത് ദൈവം ഫ്രാത്തിനെ ഉപയോഗിച്ചോ, പീശോനെ ദൈവം ഉപയോഗിച്ചതിനെ കാട്ടില്ല, ഗീഹോനെ ദൈവം ഉപയോഗിച്ചതിനെ കാട്ടില്ല, ഹിദ്ദേക്കലിനെ ദൈവം ഉപയോഗിച്ചതിനെ കാട്ടില്ല, ഫ്രാത്തിനെ ദൈവം ഉപയോഗിച്ചോ. ആരംഭത്തിങ്കൽ തഴയപ്പെട്ടെങ്കിൽ, ആരംഭത്തിങ്കൽ തകർക്കപ്പെട്ടെങ്കിൽ, ആരംഭത്തിങ്കൽ വിസ്മരിക്കപ്പെട്ടെങ്കിൽ, ആരംഭത്തിൽ തിരസ്കരിക്കപ്പെട്ടെങ്കിൽ നിന്റെ ഉള്ളിൽ ഒരു ഫ്രാത്തിന്റെ മഹത്വം കിടപ്പുണ്ടെന്ന് അറിഞ്ഞുകൊള്ളണം. ഫ്രാത്ത് എന്ന് മലയാളം ബൈബിളിൽ എഴുതുന്നു. എന്നാൽ അതിനെ നമുക്കൊന്നും കൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം അതിന്റെ ഇംഗ്ലീഷ് വെർഷനും പ്രസിദ്ധമാണ്. യൂഫ്രട്ടീസ് നദി എന്ന് പറയുകയാണ്. സ്തോത്രം. 2000 മൈലോളം 3200-ലധികം കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഒരു നദി, ഫ്രാത്ത് എന്ന നദി എന്ന് പറഞ്ഞവിടെ അവസാനിക്കുമ്പോൾ പിന്നീട് തിരുവെഴുത്തിലൊക്കെ ഫ്രാത്തിനെ വിശേഷിപ്പിക്കുന്നത് മഹാനദി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാല പേർ വിളിക്കപ്പെടാത്ത, ഒന്നും വിവരിക്കപ്പെടാത്ത ഫ്രാത്ത് പിൽക്കാലത്ത് മഹാനദി എന്ന് തിരിച്ചറിയപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ തിരിച്ചറിഞ്ഞാട്ട് വിവരണങ്ങൾ നഷ്ടമായ, വ്യാഖ്യാനങ്ങൾ നഷ്ടമായ കാലങ്ങൾ നിന്റെ പിൻകാലങ്ങളിലുണ്ടെങ്കിൽ നിന്റെ ഭാവി കാലത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കുക. ആമേൻ. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഉൽപ്പത്തി 2:14 ഫ്രാത്തിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല. എന്നാൽ ദൈവം ഫ്രാത്തിനെ കുറിച്ച് മിണ്ടാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലകളിൽ നിന്നെ കുറിച്ച് ഒന്നും മിണ്ടിയില്ലെങ്കിൽ ദൈവം നിന്നെ കുറിച്ച് മിണ്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലകളിൽ ദൈവം നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇന്നലകളിൽ ദൈവം നിനക്കൊന്നും തന്നിട്ടില്ലെന്ന് തോന്നുന്നെങ്കിൽ ദൈവം നിനക്ക് നൽകാൻ ഇരിക്കുന്നതേ പോകുന്നുള്ളൂ. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട് വലിയ കാര്യം ഇനിയാ സംഭവിക്കാൻ പോകുന്നത്, വലിയ പ്രവർത്തികൾ ഇനിയാ സംഭവിക്കാൻ പോകുന്നത്, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് ആത്മാവിന്റെ ശക്തിയോടെ, വിശ്വാസത്തിന്റെ അധികാരത്തോടെ, സ്തുതിയുടെ അകമ്പടിയോടെ പറ, അത്ഭുതങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, വീര്യപ്രവർത്തികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ദൈവത്തിന്റെ അസാധാരണ ദൈവപ്രവർത്തികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഫ്രാത്തിന്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന ചില അനുഭവങ്ങളിലേക്ക് ഞാൻ കടന്നു പോകാം. 4-ാമത്തെ നദി ഫ്രാത്താകുന്നു, 4-ാമത്തെ നദി യൂഫ്രട്ടീസ് ആകുന്നു. അത്രയും പറഞ്ഞാൽ മതി എന്നേ, അത്രയും പറഞ്ഞാൽ മതി. കാരണം ദൈവത്തിന് ഫ്രാത്തിൽ കൂടെ അധികമായത് പറയാനുണ്ട്. എന്താണ് യൂഫ്രട്ടീസിൽ, ഫ്രാത്തിൽ കൂടെ ദൈവത്തിന് പറയാനുള്ളത്? ദൈവം ഈ ആരംഭത്തിങ്കൽ ഏദനിൽ നിന്ന് പുറപ്പെട്ടതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നാളുകൾ കഴിഞ്ഞോ ദൈവം തെരഞ്ഞെടുത്ത പുരുഷനായിരിക്കുന്ന അബ്രഹാമിന്റെ അടുക്കൽ ദൈവം നിയമം ചെയ്യുകയാണ്. അബ്രഹാമിന്റെ അടുക്കൽ ദൈവം നിയമം ചെയ്യുമ്പോൾ പറഞ്ഞു, അബ്രഹാം, 100 വയസ്സോളം മക്കളില്ലാതിരുന്ന നിന്നെ ഞാൻ ഒരു വലിയ രാഷ്ട്രമാക്കി മാറ്റോ, ജാതികൾ പാർക്കുന്ന ദേശങ്ങളെ നിന്റെ സന്തതി കൈവശമാക്കോ, തലമുറയായി നിലനിൽക്കുന്ന ഒരു രാജ്യത്വവും രാഷ്ട്രവും ഞാൻ നിനക്ക് നൽകാം. എന്നിട്ട് അവൻ പാർക്കുന്ന ദേശത്തെക്കുറിച്ച് ദൈവം അവനോട് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാം കീറിമുറിച്ചിട്ട മൃഗങ്ങളുടെ നടുവിൽ സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ രാത്രിയിൽ തീപ്പന്തം പോലെ കടന്നുപോയ ദൈവ അബ്രഹാമിനോട് നിയമം ചെയ്ത, അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുന്ന ആ രാത്രിയിൽ ദൈവം
അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് സന്തതിയെ നൽകുമെന്ന് പറഞ്ഞില്ലേ? ആ സന്തതിയെ ഞാൻ എവിടെയാണ് ഉറപ്പിക്കുന്നതെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 15 കടന്നു വരുമ്പോൾ അതിന്റെ 18 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ ഉൽപ്പത്തി 2:14 ഫ്രാത്തിനെ കുറിച്ചൊന്നും മിണ്ടാഞ്ഞത് എന്താണെന്ന് അറിയാമോ? അത് അബ്രാമിനോട് നിയമം ചെയ്യുമ്പോൾ പറയാനുള്ള നദിയായിരുന്നു. ഇന്നലകളിൽ നിന്നെ കുറിച്ച് മിണ്ടാതിരുന്നത് ദൈവം തന്റെ അഭിഷക്തനോട് നിയമം ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി. ഉൽപ്പത്തി 2 ദൈവം മിണ്ടാതിരുന്നത് ഉൽപ്പത്തി 15 ദൈവം അബ്രഹാമിനോട് നിയമം ചെയ്യുമ്പോൾ പറയാനാണ്. 4ാമത്തെ നദി ഫ്രാത്ത് ആകുന്നുവെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ഇപ്പോൾ ദൈവം ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ്, 4ാമത്തെ നദി ഫ്രാത്തല്ല, ഫ്രാത്ത് എന്ന മഹാനദിയാകുന്നു. മോശ ഫ്രാത്ത് എന്ന നദി എന്ന് എഴുതി തീർക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഫ്രാത്ത് എന്ന മഹാനദി. ഇന്ന് പകൽക്കാല ലോകത്തിന്റെ ദൃഷ്ടിയിൽ നീ പോഷൻ എന്ന് എണ്ണപ്പെടുമ്പോൾ 4ാമത്തെ നദി ഫ്രാത്ത് ആകുന്നുവെന്ന് പറയുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, 4ാമത്തെ നദി ഫ്രാത്ത് എന്നല്ല, ഫ്രാത്ത് എന്ന മഹാനദി വരെ, ഫ്രാത്ത് എന്ന മഹാനദി വരെ. എന്നിട്ട് ദൈവം ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ്, ഫ്രാത്ത് എന്ന മഹാനദിയെ ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ്. എന്തിനാണ് ഫ്രാത്ത് എന്ന മഹാനദിയെ ഉപയോഗിക്കുന്നത്? ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് 430 സംവത്സരത്തെ പ്രവാസത്തിന് 40 സംവത്സരത്തെ മരുഭൂ പ്രയാണത്തിനും അനന്തരം യോർദാൻ അക്കരെ ഇസ്രായേലിനെ കൊണ്ടു നിർത്തി വാഗ്ദത്ത കനാനെ അവകാശമാക്കി കൊടുക്കുമ്പോൾ ആ വാഗ്ദത്ത കനാന്റെ ഒരു അതിര് എന്ന് പറയുന്നത് സ്തോത്ര ഫ്രാത്ത് നദിയായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയാ, ഫ്രാത്തിനെ കുറിച്ച് ദൈവം മിണ്ടാതിരുന്നത് ഫ്രാത്തിനെ കുറിച്ച് പിന്നെ പറയാനാണ്. എന്താണ് ഫ്രാത്തിനെ കുറിച്ച് ദൈവം പറഞ്ഞ? ഒന്ന്, നീ എൻ്റെ ജനത്തിനൊരു അതിരായിരിക്കുക, നീ എൻ്റെ ജനത്തിനൊരു അതിരായിരിക്കുക. ഇന്നലകളിൽ ദൈവം നിന്നെ കുറിച്ച് മിണ്ടാതിരുന്നത്, ഇന്നലകളിൽ ദൈവിക മൗനത നിന്റെ വിഷയത്തിൽ സംഭവിച്ചത്, ദൈവം നിന്നെ തൻ്റെ ജനത്തിന്, ദൈവം തൻ്റെ അവകാശത്തിന് നിന്നെ ഒരു അതിരാക്കി തീർക്കാനാണ്. ഇന്ന് പകൽക്കാല ദൈവം ചിലരെ ഒരു അതിരാക്കാൻ പോവുകയാണ്. ദൈവം ചിലരെ ഒരു അതിരാക്കാൻ പോവുകയാണ്. ഇതിനകത്തിരിക്കുന്ന ഫ്രാത്തിനെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന ഫ്രാത്തിനെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവം നിന്നെ ഒരു അതിരാക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി 15 ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, മഹാനദിയായ ഫ്രാത്ത് നിനക്കൊരു അതിരായിരിക്കുക. തീർന്നില്ല, ദൈവം പിന്നെയും ആവർത്തനം 11:24 അവിടെ പറയുകയാണ്, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്കാകാം. നിങ്ങളുടെ അതിർ മരുഭൂമി മുതൽ ലെബാനോൻ വരെയോ, ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറേ കടൽ വരെ ആയിരിക്കും. കണ്ടോ, ദൈവം എവിടെയൊക്കെ ഇസ്രായേലിന്റെ അവകാശങ്ങളെ ഉറപ്പിച്ചു കൊടുക്കുമ്പോഴോ, അബ്രഹാമിനോട് വാഗ്ദത്തം നൽകുമ്പോഴോ, മോശയും യോശുവയും മുഖാന്തരം ഇസ്രായേലിന് അതിരുകളെ നിർണയിച്ചു കൊടുക്കുമ്പോഴും ദൈവം ഫ്രാത്തിനെ അവിടെ ആവർത്തിച്ചു പറയുകയാണ്. സ്തോത്ര, എന്താണ് ഒരു അതിരിൻ്റെ പ്രത്യേകത? അതിരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്ര, ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്, നീ മഹാനദി വരെയും, ഫ്രാത്ത് എന്ന മഹാനദി വരെയും പോകുവീൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഫ്രാത്ത് ഒരു അതിരായി കഴിയുമ്പോൾ, എന്താണ് ഫ്രാത്ത് അതിരായി കഴിയുമ്പോൾ, ഇസ്രായേലിന്റെ നിയന്ത്രണം ഇപ്പോൾ ഫ്രാത്തിന്റെ കയ്യിലാണ്. ഇസ്രായേൽ എവിടെ വരെ പോകണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? ഫ്രാത്തിന്റെ ഒഴുക്കാ തീരുമാനിക്കുന്നത്. ഇന്ന് പകൽക്കാല ദൈവം നിന്നെ തൻ്റെ ജനത്തിന്, ദൈവം തൻ്റെ സഭയ്ക്ക്, ദൈവം തൻ്റെ വൃതഗണങ്ങൾക്ക്, ദൈവം തൻ്റെ തലമുറകൾക്ക് നിന്നെ ഒരു നിയമമായി, നിന്നെ ഒരു അതിരാക്കി എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ പറയുന്ന ദൂത് പ്രായമായവർക്കും വൃദ്ധന്മാർക്കും വേണ്ടിയുള്ളതല്ല. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യൗവനക്കാരെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, വരും കാലത്ത് ദൈവസഭയുടെ നിയമമായി, ദൈവസഭയുടെ അതിരായി തലമുറകൾ എവിടെ വരെ പോകണമെന്ന്, ദൈവസഭ എവിടെ വരെ പോകണമെന്ന്, ദൈവജനം എവിടെ വരെ പോകണമെന്ന് തീരുമാനിക്കുന്ന ഒരു അതിരായി ദൈവം ഇതിനകത്ത് ചില തലമുറകളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കാലമാകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപ്പാടിനെ ഞാൻ പറയുകയാണ്. ഫ്രാത്ത് എന്ന അതിരുപോലെ, ഫ്രാത്ത് എന്ന അതിരുപോലെ
പോലെ നീ ചിലർക്ക് അധിരാകാൻ പോകുന്നു. ഓ, നീ ഫ്രാത്ത് വരെ പോയിക്കൊള്ളുവേ. ഫ്രാത്ത് ഇസ്രായേലിന്റെ അതിരാണ്. അങ്ങനെയെങ്കിൽ അതിരിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അതിര് കടന്നൊരുത്തന് പോകാൻ കഴിയത്തില്ല. അതിര് കടന്നു പോകാൻ കഴിയത്തില്ല. ചിലർ ദൈവസഭ വിട്ടു പോകാതിരിക്കേണ്ടതിന്, ചിലർ കൃപ വിട്ടു പോകാതിരിക്കേണ്ടതിന്, ചിലർ പാപത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന്, ചിലർ ദോഷത്തിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന്, നീ ദൈവ മക്കൾക്കൊരു അതിരായിരിക്കേണ്ടതിന്, നീ വിശുദ്ധ ഗണങ്ങൾക്ക് തലമുറകൾക്ക് ഒരു അതിരായിരിക്കേണ്ടതിന് ദൈവം നിന്നെ തെരഞ്ഞെടുക്കുകയാണ്. ഉൽപ്പത്തി 2:14 ഫ്രാത്തിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല. പകരം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇവൻ നാളെ എന്റെ ജനത്തിനൊരു അതിരാകണം. പാപം എന്റെ ജനത്തെ വശീകരിക്കുമ്പോൾ, ലോകം എന്റെ ജനത്തെ വശീകരിക്കുമ്പോൾ, നിരാശ എന്റെ ജനത്തെ തകർക്കുമ്പോൾ, കഷ്ടത എന്റെ ജനത്തെ തള്ളുമ്പോൾ, അവൻ തള്ളപ്പെട്ടു പോകാതെ, കഷ്ടതയിൽ അവൻ കഷ്ടതയിൽ അവൻ അപ്പുറം പോകാതെ, രോഗത്തിൽ അവൻ അപ്പുറം പോകാതെ, പ്രശ്നങ്ങളിൽ അവൻ അപ്പുറം പോകാതെ, പാപത്തിന്റെ പ്രലോഭനത്തിൽ അവൻ അപ്പുറം പോകാതെ, അവനെ പിടിച്ചു നിർത്താനുള്ള ഒരു അതിരായി ഈ ഫ്രാത്ത് ഉപയോഗിക്കപ്പെടുകയാണ്. ഇന്ന് പകൽ എത്ര പേർ പറയാ, ഈ കാലഘട്ടത്തിൽ ജനം പാപത്തിലേക്ക് ഒഴുകിപ്പോകുമ്പോൾ, ജനം പിന്മാറ്റത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ, അതിന്റെ ചുറ്റും ഒരു അതിരായി, അതിന്റെ ചുറ്റും ഒരു അതിരായി ദൈവസഭയെ കാക്കുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥന ദൈവസഭയ്ക്ക് ഒരു അതിരായി മാറ്റപ്പെടാ. നിന്റെ ഉപവാസം ദൈവസഭയ്ക്ക് ഒരു അതിരായി മാറ്റപ്പെടാ. നിന്റെ ശുശ്രൂഷ ദൈവസഭയ്ക്ക് ഒരു അതിരായി മാറ്റപ്പെടാ. ദൈവിക മഹത്വത്തിനകത്തു നിന്ന്, ദൈവകൃപയ്ക്കകത്തു നിന്ന് പാപത്തിലേക്കും പിന്മാറ്റത്തിലേക്ക് വഴുതി പോകുന്ന ചിലരെ ഫ്രാത്ത് നദി നിന്ന് തടയുക. നോ, ദൈവകൃപ വിട്ടു നീ പോകാൻ പാടില്ല. ഇതിനകത്ത് ദൈവം ചിലരെ ഫ്രാത്തിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുകയാണ്. ഫ്രാത്തിന്റെ പ്രത്യേകത ഒന്ന്, അത് ദൈവത്തിന്റെ ജനത്തിന് ഒരു അതിരായിരിക്കണം. അതിനപ്പുറം ദൈവത്തിന്റെ ജനം എന്ത് ചെയ്യരുത്, പോകാൻ പാടില്ല. അതിരിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അമേൻ. അതിന്റെ രണ്ടാമത്തെ പ്രത്യേകതയിലേക്ക് കടന്നു വരാം സാവകാശം. അമേൻ. ഫ്രാത്ത് ഒരു അതിരാണ്. എന്നാൽ അതിര് മാത്രമല്ല, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ തലമുറകൾക്ക് ഒരു അതിരാണ് ഫ്രാത്ത് എന്ന്. എന്നാൽ ഏറെ കാലങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഈ അതിരുകളെ തെറ്റിക്കാൻ തുടങ്ങി. ഇസ്രായേൽ അതിരുകൾ തെറ്റിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പ്രവാചകനായ യെരമ്യാവിനെ വിളിച്ചു. യെരമ്യാവിനെ വിളിച്ചിട്ട് യെരമ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞു, യെരമ്യാ, എൻ്റെ ജനം എൻ്റെ വഴി വിട്ട് പോവുകയാണ്, എൻ്റെ ജനം എന്നെ വിട്ട് അകലുകയാണ്. ഒരു മനുഷ്യൻ്റെ അരയോട് കച്ച പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ജനത്തെ എന്നോട് പറ്റിയിരിക്കുമാറാക്കി. പക്ഷേ അവൻ എന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. അവൻ എന്നിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ട് അവനൊരു വലിയ നാശം സംഭവിക്കുക. എനിക്കവനെ തിരുത്തുവാനുണ്ട്. യെരമ്യാവ് ചോദിച്ചു, ദൈവമേ, എങ്ങനെയാണ് നീ ഇസ്രായേലിനെ തിരുത്താൻ പോകുന്നത്? ദൈവം യെരമ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ ഇസ്രായേലിനെ തിരുത്തേണ്ടതിന് ഫ്രാത്തിനെ ഉപയോഗിക്കാൻ പോവുകയാ. എങ്ങനെയാണ് ഫ്രാത്തിനെ നീ ഉപയോഗിക്കാൻ പോകുന്നത്? യെരമ്യാവ്, നീ ഒരു അരക്കച്ച പോയി കാശ് കൊടുത്ത് മേടിക്കണം. മേടിച്ചിട്ട് അത് വെള്ളത്തിൽ മുക്കാതെ നിന്റെ അരയോട് ചേർത്ത് മുറുക്കി കെട്ടണം. നീ അത് കെട്ടിയതിന് ശേഷം നീ അത് നിന്റെ അരയിൽ നിന്ന് അഴിക്കണം. അരയിൽ നിന്ന് അഴിച്ച് ഈ കച്ചയെ നീ കൊണ്ടുപോയി ഫ്രാത്ത് നദിയുടെ തീരത്ത് കൊണ്ടുപോയി നീ കുഴിച്ചിടണം. എന്നിട്ട് നീ വീട്ടിൽ പോര്. ചില നാളുകൾ കഴിഞ്ഞ് നീ വീണ്ടും പോയി ഫ്രാത്ത് കുഴിക്കണം, ഫ്രാത്തിന്റെ തീരത്ത് കുഴിക്കണം. യെരമ്യാവിന്റെ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെരമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 1 തുടങ്ങി 10 വരെയുള്ള വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെരമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം 1 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വായിക്കാമോ? 4-ാമത്തെ വാക്യം. രണ്ടാം പ്രാവശ്യം എനിക്ക് ഉണ്ടായതെന്നാൽ, നീ വാങ്ങി അരക്കി കെട്ടിയ കച്ചയെടുത്ത് പുറപ്പെട്ട് ഫ്രാത്തിനരികത്ത് ചെന്ന് ഞാൻ എൻ്റെ ജനത്തെ തിരുത്താൻ പോവുക. ഞാൻ എൻ്റെ ജനത്തെ കറക്റ്റ് ചെയ്യാൻ പോവുകയാ. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നീ എവിടെ ചെല്ലണം? നീ ഫ്രാത്തിനരികത്ത് ചെല്ലണം. വായിച്ചോട്ടെ. പുറപ്പെട്ട് ഫ്രാത്തിനരികത്ത് ചെന്നു. അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചു വെക്കുക. ദൈവം പറയുകയാണ്, ഞാൻ ഇസ്രായേലിനെ തിരുത്താൻ പോവുകയാ. അതെങ്ങനെയാ തിരുത്തുന്നതെന്നറിയാൻ നീ ഫ്രാത്തിനരികെയുള്ള പാറയുടെ വിള്ളലിൽ ഈ കച്ചയെ കൊണ്ട് ഒളിച്ചു വെക്കുക.
വീണ്ടും അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏറിയ നാൾ കഴിഞ്ഞ് ദൈവം ഫ്രാത്തിലേക്ക് യെരമ്യാവിനെ പിന്നെയും അയച്ചിട്ട് പറയുക, നീ ആ കച്ചയെ തിരിച്ചെടുക്ക്. ആ കച്ചയെ തിരിച്ചെടുത്തപ്പോൾ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാത്തതായി തീർന്നു. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ഫ്രാത്തിൽ കൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുക. വായിക്കാമോ 10-ാം വാക്യം? എന്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ, എന്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിന്റെ ശാഠ്യം പോലെ നടക്കുകയും, ഹൃദയത്തിന്റെ ശാഠ്യം പോലെ നടക്കുകയും, അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെയാകുന്നു. ദൈവം ഒരു കച്ചയെ എടുത്തു കാണിക്കുകയാണ് ഇസ്രായേലിനെ. ഇസ്രായേൽ, നീ മാനസാന്തരപ്പെടണം. ഇസ്രായേൽ, നീ കൊള്ളരുതാത്തവനായി പോവുകയാണ്. ഇസ്രായേൽ, നിന്റെ ഉള്ളിൽ വലിയ താലന്തുകളുണ്ട്. ഇസ്രായേൽ, നിന്റെ ഉള്ളിൽ വലിയ കഴിവുകളുണ്ട്. ഇസ്രായേൽ, നിന്റെ ഉള്ളിൽ വലിയ എബിലിറ്റികളുണ്ട്. പക്ഷേ അതൊന്നും പ്രയോജനപ്പെടാൻ കഴിയുന്നില്ല. നിനക്ക് മൾട്ടിലിംഗ്വൽ സ്കിൽസ് ഉണ്ട്, നിനക്ക് IT ഫീൽഡിൽ കഴിവുണ്ട്, നിനക്ക് പലവിധമായിട്ടുള്ള ദൈവിക നന്മകളുണ്ട്. പക്ഷേ അതൊന്നും ഇന്ന് നിനക്ക് പ്രയോജനപ്പെടുന്നില്ല. എന്താണ് കാരണം? കേടുപിടിച്ച ഒരു കച്ചയെ പോലെ നീ ആയിപ്പോകുന്നു. കാരണം നീ എൻ്റെ വചനം കേൾക്കുന്നില്ല, നിന്റെ ശാഠ്യത്തിനൊത്തവണ്ണം നടക്കുകയാണ്, നീ എന്നെ അനുസരിക്കുന്നില്ല, നീ അന്യദേവന്മാരോട് ചേർന്നു, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നിനക്ക് നഷ്ടപ്പെട്ടു. മടങ്ങി വാ ഇസ്രായേൽ, മടങ്ങി വാ ഇസ്രായേൽ. നിന്റെ കഴിവുകൾ പുറത്തു വരട്ടെ, നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ, നിന്നെ കുറിച്ചുള്ള നിർണയങ്ങൾ നിറവേറട്ടെ. നീ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവനല്ലേ? നിന്നെ കുറിച്ച് ദൈവത്തിന് പ്രിയമില്ലേ? നീ എന്തിനാണ് അലഞ്ഞു തിരിയുന്നത്? ദൈവത്തിന് ഇത് ഇസ്രായേലിനോട് ചോദിക്കണം. ഇത് ചോദിക്കാൻ തക്കവണ്ണം ദൈവം അവനെ തിരുത്തുവാൻ ഇപ്പോൾ ഏത് സ്ഥലമാണ് ഉപയോഗിക്കുന്നതെന്നറിയാമോ? ഫ്രാത്താണ് ഉപയോഗിക്കുന്നത്. ഫ്രാത്ത്, 4-ാമത്തെ നദി ഫ്രാത്താകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ച് ഫ്രാത്തിന് വലിയ പ്രത്യേകതയൊന്നുമില്ലെന്ന്. ഇല്ല, ഫ്രാത്ത് ഇസ്രായേലിൻ്റെ അതിരാണ്. 2, ഈ അതിര് കടന്ന് ഇവൻ തെറ്റിപ്പോകുമ്പോൾ ദൈവം ആ ഫ്രാത്തിനകത്തൊരു കച്ചയെ പാറയുടെ വിള്ളലിൽ കൊണ്ടുപോയി തൻ്റെ പ്രവാചകനെ കൊണ്ട് മറച്ചു വെപ്പിച്ച് ഏറിയ നാളുകൾക്ക് ശേഷം അത് പുറത്തെടുത്ത് ദൈവ സംസർഗത്തിൽ നിന്ന് അകന്നു പോകുന്നവൻ തകർന്നു പോകുമെന്ന് ഇസ്രായേലിനെ തിരുത്തിയെടുത്ത് പഠിപ്പിക്കുവാൻ ഫ്രാത്തിനെ ഉപയോഗിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് ദൈവസഭയ്ക്കകത്തുനിന്ന് ചില ഫ്രാത്തിനെ ആവശ്യമാണ്. ദൈവത്തിന് ദൈവസഭയ്ക്കകത്തുനിന്ന് ചില ഫ്രാത്തിനെ ആവശ്യമാണ്. ദൈവസഭയെ തിരുത്തുവാൻ, ദൈവത്തിൻ്റെ തലമുറയെ തിരുത്തുവാൻ. ഇന്നൊരു പകൽ ഞാൻ പറയട്ടെ, ഒത്തിരി വാഗ്ദത്തം ലഭിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്, ഒത്തിരി ദൈവ നിർണയം ലഭിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്, ഒത്തിരി നിയോഗം ലഭിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. അസാധാരണമായ പഠനശേഷിയുള്ള കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്, അസാധാരണമായ സ്കില്ലുകളുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷേ നീ ഉപയോഗിക്കപ്പെടുന്നില്ല. പക്ഷേ നിന്റെ താലന്തുകൾ വ്യാപാരം ചെയ്യപ്പെടുന്നില്ല. കാരണം ദൈവത്തിൻ്റെ കുറ്റമല്ല കുഞ്ഞെ. എവിടെയോ നിന്റെ കാലുകൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, എവിടെയോ നിന്റെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തിരുത്തുവാൻ ഒരു ഫ്രാത്തിനെ ദൈവം അന്വേഷിക്കുകയാണ്. ഒരു ഫ്രാത്ത് വേണം ജനം ദൈവത്തെ വിട്ടുപോകാതിരിക്കാൻ. ഒരു ഫ്രാത്ത് വേണം വിട്ടുപോകുന്ന ജനത്തെ തിരുത്തിയെടുത്ത് ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരാൻ. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഒരു ഫ്രാത്ത് വേണം ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ വേണം ജനത്തെ സൂക്ഷിപ്പാൻ. 2, ഒരു ഫ്രാത്ത് വേണം തെറ്റിപ്പോകുന്നവനെ തിരുത്താൻ. 4-ാമത്തെ നദി ഫ്രാത്താകുന്നു. ഫ്രാത്തിനെ കുറിച്ച് അവിടെ വെച്ചൊന്നും മിണ്ടിയില്ല. കാരണം ദൈവം പറയാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഒന്നും മിണ്ടിയില്ല അല്ലേ? ദൈവത്തിന് ഒത്തിരി പറയാനുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ നാളുകളിൽ ദൈവം ഒന്നും ചെയ്തില്ല അല്ലേ? ദൈവത്തിന് അസാധാരണമായത് എന്തോ ചെയ്യാനുണ്ടെന്ന അതിൻ്റെ അർത്ഥം. സ്തോത്രം. യെരമ്യാ പ്രവചനം 13-ാം അധ്യായത്തിൽ ദൈവം ഫ്രാത്തിൽ നിന്ന് തൻ്റെ ജനത്തെ തിരുത്തുകയാണ്. എന്നാൽ അവിടം കൊണ്ടും ഫ്രാത്തിൻ്റെ പ്രവൃത്തി അവസാനിക്കുന്നില്ല. ദൈവം യെരമ്യാവിൻ്റെ അടുക്കൽ പിന്നെയും പറഞ്ഞു, ഇസ്രായേൽ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചില്ല. ആകയാൽ ദൈവം ഇസ്രായേലിനെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. രാജാക്കന്മാരുടെ കാലത്ത് നെബൂഖദ്നേസറിൻ്റെ മകൻ നെബൂഖദ്നേസർ ഇസ്രായേലിലേക്ക്, യെരൂശലേമിലേക്ക് മാർച്ച് ചെയ്ത് കുറേശ്ശെയായി യെരൂശലേമിലെ യഹൂദന്മാരെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. ആരംഭത്തിൽ യഹൂദ്യയിലെ സ്കിൽഡ്, നല്ല ബുദ്ധിയും സാമർഥ്യവും കഴിവുമുള്ളവരെയെല്ലാം അവിടെ നിന്ന് പിടിച്ചെടുത്തു കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അതിൻ്റെ നന്മകൾ അപഹരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ആലയം തകർക്കുകയാണ്.
അത് ആ കാലഘട്ടങ്ങളിൽ സിദക്കിയ രാജാവിൻ്റെ കാലത്ത് ഇസ്രായേലിൽ സിദക്കിയാവ് ഭരിക്കുമ്പോൾ ദൈവം യെരമ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞു, യെരമ്യാവ്, ഞാൻ നിന്നോട് ചിലത് പറയാൻ പോവുകയാണ്. ഇസ്രായേലിനെ ആക്രമിക്കുന്ന ജാതീയ രാജാക്കന്മാരുണ്ട്. ഫറവോൻ നെഗോ ഫറോ ഇപ്പോൾ ഇസ്രായേലിനെതിരെ പോരാടുകയാണ്. ബാബിലോൺ ഇസ്രായേലിനെതിരെ പോരാടുകയാണ്. എനിക്ക് നിന്നോട് പറയാൻ ഒരു കാര്യമുണ്ട്. ആമേൻ. എൻ്റെ ജനത്തിനെതിരെ ആരൊക്കെ യുദ്ധത്തിന് വന്നാലും ഞാൻ അവനോട് പ്രതികാരം ചെയ്യും. ഞാൻ എൻ്റെ ജനം തെറ്റുമ്പോൾ ഞാൻ അവനെ ശിക്ഷിക്കും. പക്ഷേ അതിനകത്ത് വേറൊരുത്തൻ കയറി എൻ്റെ ജനത്തെ ആക്രമിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. യെരമ്യാ പ്രവചനം 46 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മിസ്രൈം രാജാവായിരിക്കുന്ന ഫറോൻ നെഗോ എന്ന ഫറവോൻ ഇസ്രായേലിനെതിരായി ഉപദ്രവങ്ങളുടെ വലിയ കെട്ടഴിച്ചു വിടുകയാണ്. നിരന്തരമായ യുദ്ധങ്ങൾ ചെയ്യുകയാണ്. ദൈവം യെരമ്യാവിൻ്റെ അടുക്കൽ പ്രവചിക്കുകയാണ്, ദൈവജനത്തിനെതിരെ ഫറവോൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുമെന്ന് ചിന്തിച്ചോ. അധികാരവും രാഷ്ട്രീയവും കൈക്കരുത്തും സംഘടനാബലവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അഭിഷക്തന്മാർക്കും ദൈവസഭയ്ക്കുമെതിരെ എന്നും കുതിര കയറുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമെന്ന് ചിന്തിച്ചോ. ഇല്ല, എൻ്റെ പ്രതികാരത്തിൻ്റെ ദിവസം വെളിപ്പെടും. എന്നിട്ട് ദൈവം പറയുകയാണ്, യെരമ്യാ പ്രവചനം 46 അധ്യായം അതിൻ്റെ 6 വാക്യത്തിൽ ദൈവം പറയാ, അവന് ഭയങ്കര സ്പീഡുണ്ടായിരിക്കും, അവന് ഭയങ്കര കഴിവുണ്ടായിരിക്കും. പക്ഷെ അവൻ എത്ര സ്പീഡുണ്ടെങ്കിലും, അവൻ എത്ര മൈറ്റ് ഉണ്ടെങ്കിലും, ഞാൻ ഫ്രാത്തിന്റെ നദീതീരത്ത് വരുമ്പോൾ അവൻ്റെ മൈറ്റും പവറും ഞാൻ ഓടിക്കും. വായിക്കാമോ ആ വേദഭാഗം? 46:6. വേഗവാൻ ഓടിപ്പോകയില്ല, വേഗവാൻ എത്ര സ്പീഡുള്ളവനാണെങ്കിലും അവൻ ഓടിപ്പോകത്തില്ല. വീരൻ ചാടിപ്പോകുകയുമില്ല, വീരൻ ചാടിപ്പോകത്തുമില്ല. വടക്ക് ഫ്രാത്ത് നദീതീരത്ത് അവർ ഇടറി വീഴും. ഫ്രാത്ത് നദീതീരത്ത് അവർ ഇടറി വീഴും. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, ഫ്രാത്ത് തിരുത്താനും കൺട്രോൾ ചെയ്യാനും മാത്രമല്ല, ഫ്രാത്തിന്റെ മുകളിൽ ഒരു നിയോഗമുണ്ട്. ദൈവജനത്തിനെതിരായി വേഗവാൻ പറന്നു വരുമ്പോൾ, വീരൻ ചാടി വരുമ്പോൾ അവനെ ഇടറി വീഴ്ത്തുവാൻ ദൈവസഭയ്ക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ പൈശാചിക മണ്ഡലങ്ങൾ പൊങ്ങി വരുമ്പോൾ, ദുരാത്മാക്കൾ ദുരായുധങ്ങളുമായി എഴുന്നേറ്റ് വരുമ്പോൾ അവൻ ഇടറി വീഴുന്നത് ഫ്രാത്തിന്റെ നദീതീരത്താണ്. ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്തുനിന്ന് ചില ഫ്രാത്തുകൾ ഒഴുകി തുടങ്ങട്ടെ. ദൈവ കുടുംബങ്ങൾക്കകത്തുനിന്ന് ചില ഫ്രാത്തുകൾ ഒഴുകി തുടങ്ങട്ടെ. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്തുനിന്ന് ഒരു ഫ്രാത്ത് ഒഴുകി തുടങ്ങട്ടെ. നിനക്കെതിരെ വേഗതയോടെ പിശാച്, നിനക്കെതിരെ വീര്യത്തോടെ അന്ധകാര ശക്തികൾ, നിനക്കെതിരെ ദൈവസഭയ്ക്കെതിരെ, സുവിശേഷത്തിനെതിരെ പൈശാചിക ശക്തികൾ വേഗതയോടും വീര്യത്തോടും കൂടെ രാഷ്ട്രീയ പിൻബലം കൊണ്ടോ, സംഘടന ശക്തി കൊണ്ടോ, പണത്തിന്റെ അഹമ്മതി കൊണ്ടോ നിനക്കെതിരെ പാഞ്ഞു വരുമ്പോൾ, ദൈവസഭയ്ക്കെതിരെ പാഞ്ഞു വരുമ്പോൾ ചില ഫ്രാത്തുകൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ദൈവം പറയുകയാണ്, ഒഴുകുന്ന ഫ്രാത്തിന്റെ തീരത്ത് വേഗവാന്റെ വേഗത ഇടറും, വീരന്റെ കാലുകൾ ഇടറും. ഇന്ന് പകൽ ഇതിനകത്ത് ദൈവം ചിലരെ ഫ്രാത്തായി വേർതിരിക്കുകയാണ്. ഫ്രാത്തിന്റെ മുമ്പിൽ ഒരുത്തന്റെ വേഗതയും നടക്കത്തില്ല. ഫ്രാത്തിന്റെ മുമ്പിൽ ഒരു പൈശാചിക ശക്തിയുടെ വീര്യവും വില പോകത്തില്ല. ഫ്രാത്തിന്റെ മുമ്പിൽ ഒരു മന്ത്രവാദിയുടെ ആഭിചാരമോ സാധ്യമാകത്തില്ല. എന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നൊരു ഫ്രാത്ത് ഒഴുകട്ടെ. എന്റെ കണ്ണുനീർ ചാലുകൾ ഒരു ഫ്രാത്തായി മാറട്ടെ. ഇസ്രായേലിനെതിരെ മിസ്രൈമ്യ സൈന്യം പടക്കോപ്പുമായി കയറി വരുമ്പോൾ ദൈവം പറയുകയാണ്, ഹേ നെഗോ, നീ എത്ര ശക്തിയോടെ പറന്നു വന്നാലും ഞാൻ നിയമിച്ച ഒരു നദിയുണ്ട്. ആ നദിയിൽ നീ ഇടറി വീഴും. ആ ഫ്രാത്തിൽ നീ ഇടറി വീഴോ. നിനക്കൊരു പക്ഷേ ഇന്ന് രാത്രി പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്ക് പീശോനെ പോലെ പൊന്നുണ്ടാക്കാൻ കഴിയുന്നില്ലായിരിക്കാം, നിനക്ക് പീശോനെ പോലെ ഗുൽഗുല ഉണ്ടാക്കാൻ കഴിയുന്നില്ലായിരിക്കാം, നിനക്ക് പീശോനെ പോലെ ഗോമേതകം ഉണ്ടാക്കാൻ കഴിയുന്നില്ലായിരിക്കാം, നിനക്ക് മറ്റുള്ളവരെ പോലെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്നില്ലായിരിക്കാം, നിനക്ക് മറ്റുള്ളവരെ പോലെ ഓടിയും BMW മേടിക്കാൻ കഴിയുന്നില്ലായിരിക്കാം, നിനക്ക് മറ്റുള്ളവരെ പോലെ മില്യൺ സാലറി മേടിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ നിന്റെ മുകളിൽ ദൈവത്തിന് ഒരു നിയോഗം കിടപ്പുണ്ട്. വേഗതയോടെ ദൈവസഭയ്ക്ക് നിനക്കെതിരെ കയറി വരുന്ന അന്ധകാര ശക്തികളെ ഇടറി വീഴ്ത്തി പൈശാചിക മണ്ഡലങ്ങളെ തകർത്തു കളയുന്ന ഫ്രാത്ത്.
ഇതിനകത്തുനിന്ന് ഈ കരിസ്മയുടെ സമാപന ദിവസത്തിൽ ഇതിനകത്തുനിന്ന് കുറെ ദൈവമക്കൾ ഇറങ്ങിപ്പോകുമെന്നല്ല ഞാൻ പറയുന്നത്. ചില ഫ്രാത്ത് നദികൾ ഈ കരിസ്മ ക്രൂസൈഡിൽ നിന്ന് ഒഴുകിപ്പോകാൻ പോവുകയാ. വേഗതയോടെ ദേശത്ത് വ്യാപരിക്കുന്ന ചില അന്ധകാര ശക്തികൾ, പൈശാചിക ശക്തികളോട് കൈകോർത്തു നിൽക്കുന്ന അധികാര സിംഹാസനങ്ങൾ ഇടറുമാറാകുന്ന ഫ്രാത്തിന്റെ അതിശക്തമായ ഒഴുക്കുകൾ സഭയ്ക്കകത്ത് പുറപ്പെടട്ടെ. ഫ്രാത്തിനെ കുറിച്ച് ദൈവം ഒന്നും മിണ്ടിയില്ല. എന്താ മിണ്ടാഞ്ഞെന്നറിയോ? അത് ഒറ്റ വാക്യത്തിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല. അത് കാലഘട്ടങ്ങളിൽ കൂടെ വെളിപ്പെടേണ്ടതാ. ഫ്രാത്തിൽ ദൈവം വേഗവാനെയും വീരനെയും തട്ടിയിടാൻ പോവുകയാണ്. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയാ, പീശോന് പൊന്നുണ്ടാക്കാൻ കഴിയും, പീശോന് ഗുൽഗുല ഉണ്ടാക്കാൻ കഴിയും, പീശോന് ഗോമേതകം ഉണ്ടാക്കാൻ കഴിയും, പീശോന് എറണാകുളം ടൗണിൽ അവന് സ്കൈലൈൻ്റെ 4 ഫ്ലാറ്റ് മേടിച്ചിടാൻ കഴിയും, അവന് PG ഉണ്ട്, ആ ഫ്ലാറ്റിന് പുതിയ പുതിയ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാൻ കഴിഞ്ഞേക്കാം, അവന് പുതിയ പുതിയ വലിയ വലിയ ഭയങ്കരമായ പണങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം, അവന് നല്ല പ്രൈം ലൊക്കേഷനിൽ പ്ലോട്ട് മേടിച്ചിടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പീശോന് കഴിയാത്തതൊന്ന് ഫ്രാത്തിന് കഴിയോ? വേഗവാനെയും വീരനെയും കാലിടർത്തി വീഴ്ത്തിക്കൊണ്ട് പൈശാചിക മണ്ഡലങ്ങളെ തകർക്കാൻ കഴിയോ? ഇന്ന് പകൽക്കാലം ദൈവം ഇതിനകത്ത് ചില ഫ്രാത്തിന്റെ അധികാരങ്ങളെ പുറത്തെടുക്കുകയാ. ഹോളി സ്പിരിറ്റ് റാൽമ ഹർധാനിയ പ്രവാസ്യ ദൂർധന ഹഡാര ഗർഘനാസ്യ. ഓ മിസ്രൈമി രാജാവായ ഫറവൻ, മിസ്രൈമി രാജാവായ നെഖോ ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് വരുമ്പോൾ, സകല ശക്തിയോടും കൂടെ കടന്നു വരുമ്പോൾ ദൈവം പറയുക, അവൻ വരട്ടെ. ഫ്രാത്ത് അവിടെ ഒഴുകുന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഇടറി വീഴും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്കെതിരെ പിശാചുക്കൾ കയറി വരട്ടെ. ദൈവം മുകളിൽ നിന്ന് നോക്കിയിട്ട് പറയും, പ്രാർത്ഥിക്കുന്ന ഒരു ഫ്രാത്ത് അവിടെ ഇരിപ്പില്ലേ? അഭിഷേകമുള്ള ഒരു ഫ്രാത്ത് ഇവിടെ ഇരിപ്പില്ലേ? രാത്രിയിൽ ഉണർന്നിരുന്ന് കരയുന്ന ഒരു ഫ്രാത്ത് അവിടെ ഇരിപ്പില്ലേ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് പ്രാപിക്കുന്ന ഒരു ഫ്രാത്ത് അവിടെ ഇരിപ്പില്ലേ? ഫ്രാത്തിൻ്റെ മുമ്പിൽ അവൻ ഇടറി വീഴും. വേഗവാൻ ഓടിപ്പോകത്തില്ല, വീരൻ ചാടിപ്പോകത്തുമില്ല. ഫ്രാത്ത് അവനെ പിടിച്ചു നിർത്തും. യെസ്, ആമേൻ. ഫ്രാത്ത് 1 ദൈവജനത്തിൻ്റെ അതിരാണ്. 2 ഫ്രാത്ത് ദൈവജനത്തിൻ്റെ കറക്ഷൻ പോയിന്റാണ്. 3 ഫ്രാത്ത് ദൈവജനത്തിനെതിരായ ശത്രുബലങ്ങൾ കടന്നു വരുമ്പോൾ അവനെ ഇടറി വീഴുമാറാക്കുന്ന, അവനെ ചവിട്ടി ഒതുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജയമാണ്. എന്നാൽ യെരമ്യാവിൻ്റെ അടുക്കൽ പറയുകയാണ്, ഞാൻ ഫ്രാത്തിനെ കുറിച്ച് പ്രവചിക്കുക മാത്രമല്ല, ചില പ്രൊഫറ്റിക്കൽ ആക്ട് ഞാൻ ഫ്രാത്തിൽ കൂടെ ചെയ്യാൻ പോവുകയാണ്. ചില പ്രവചനാത്മക പ്രവർത്തികൾ ഞാൻ നിന്നിൽ കൂടെ ചെയ്യാൻ പോവുകയാണ്. ദൈവം യെരമ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞു, യെരമ്യാവേ, നീ ഇപ്പോൾ ഇസ്രായേലിൽ നോക്ക്, എന്താണ് സംഭവിക്കുന്നത്? നീ യെരൂശലേമിൽ നോക്ക്, എന്താണ് സംഭവിക്കുന്നത്? സിദെക്കിയാ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സിദെക്കിയാ രാജാവിനെയും കൂട്ടരെയും ബാബിലോൺ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ വന്ന് ബന്ദികളും അടിമകളുമാക്കി യെരൂശലേമിനെ കൈവശപ്പെടുത്തുകയാണ്. അന്ന് കാലഘട്ടത്തിൽ പ്രബലനായിരിക്കുന്നത് നെബൂഖദ്നേസറാണ്. നെബൂഖദ്നേസറിന്റെ വാഴ്ചയ്ക്ക് അന്തമുണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. എന്നാൽ ദൈവം യെരമ്യാവിൻ്റെ അടുക്കൽ ചില വിഷയങ്ങളെ പറഞ്ഞു, ആ ചില ന്യായവിധികളെ പറഞ്ഞു. ആ ന്യായവിധിയെ മുഴുവൻ പറഞ്ഞിട്ട് ദൈവം നെഹമ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞു, നെഹമ്യാവ്, നീ ഇത് മുഴുവൻ ഒരു പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞു. നെഹമ്യാവ് അതിരുന്ന് പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞപ്പോൾ നെഹമ്യാവിൻ്റെ അടുക്ക പറഞ്ഞു, ആ പുസ്തകത്തോടുകൂടെ നീ ഒരു വലിയ കല്ല് വെച്ച് കെട്ടാൻ പറഞ്ഞു. നെഹമ്യാവ് ആ പുസ്തകത്തോട് ചേർത്തൊരു വലിയ കല്ല് വെച്ച് കെട്ടി. എന്നിട്ട് ദൈവം നെഹമ്യാവിൻ്റെ അടുക്ക പറഞ്ഞു, ആ കല്ലും പുസ്തകവും കൂടെ നീ എടുക്കണം. എന്നിട്ട് ഫ്രാത്ത് നദീതീരത്ത് ചെന്നിട്ട് ഈ കല്ലും ന്യായവിധി എഴുതിയ പുസ്തകവും കൂടെ നീ എന്തോ ചെയ്യണം? ഈ ഫ്രാത്ത് നദിയിലേക്ക് എടുത്തെറിയണം. ഫ്രാത്ത് നദിയുടെ അകൾത്തട്ടിലേക്ക്, ഫ്രാത്ത് നദിയുടെ ആഴത്തിലേക്ക് കല്ല് കെട്ടിയ പുസ്തകം താഴ്ന്നിറങ്ങോ. അത് കാണുമ്പോൾ നീ ഒരു കാര്യം പറയണോ, ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ ദേ ഇതുപോലെ ദൈവം താഴ്ത്തിക്കളയുമെന്ന്. ഞാൻ പറഞ്ഞത് കെട്ടുകഥയല്ല. യെരമ്യാ പ്രവചനം 51 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, യെരമ്യാ പ്രവചനം 51 അധ്യായം അതിൻ്റെ 59
വാക്യത്തിൽ പറയുകയാണ്, യഹൂദ രാജാവായ സിദക്കിയാവിന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ അവനോടുകൂടെ സെരായാവ് പ്രയാണാധ്യക്ഷനായി ബാബേലിലേക്ക് പോകുമ്പോൾ, കണ്ടോ, സിദക്കിയാവിനോട് കൂടെയുള്ള രാജാക്കന്മാർ ബാബിലോണിലേക്ക് പ്രയാണ അധ്യക്ഷന്മാരായി പ്രയാണം ചെയ്ത് അവർ നാടുവിടുമ്പോൾ, ബാബിലോൺ വന്ന് ഇസ്രായേലിനെ അടിമകളാക്കി കൊണ്ടുപോകുമ്പോൾ ദൈവം യെരമ്യാവിനോട് സംസാരിക്കാൻ തുടങ്ങി. യെരമ്യാവിൻ്റെ അടുക്ക പറഞ്ഞു, നീ ഇന്ന് കാണുന്ന ബാബേൽ അല്ല നാളുകളിൽ കാണാൻ പോകുന്നത്. ബാബേലിൽ ഒരു ഭയങ്കര അനർത്ഥം വരുമോ? ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ അന്ന് ബാബിലോണിൽ അനർത്ഥം വരുമെന്ന്? ആർക്കും പ്രതിപക്ഷമില്ലാതെ ശക്തിയോടെ ഭരിച്ചു കയറുന്ന ബാബിലോൺ, തുല്യം നിൽക്കാൻ ഒരുത്തനുമില്ലാതെ ഏകാധിപതിയെ പോലെ വലിഞ്ഞു കയറുന്ന ബാബിലോൺ, ആ ബാബിലോണെ നോക്കി യഹൂദനെയും യെരൂശലേമിനെ ആരാധനയെ മുഴുവനും തകർത്തെറിഞ്ഞ് ദൈവമക്കളെ മുഴുവനും ബന്ദികളും തടവുപുള്ളികളുമാക്കി അഭിഷേകം ചെയ്യപ്പെട്ട യഹൂദന്റെ രാജാക്കന്മാരെ പിടിച്ച് ജയിലറകളിൽ അടച്ചുകൊണ്ട് ബാബിലോൺ ഭയങ്കരമായ അതീശത്വം നടത്തി ദൈവമാർഗത്തെ തകർക്കുകയാണ്. എന്നിട്ട് ബാബിലോണിന്റെ അടുത്ത പദ്ധതി യെരൂശലേമിന്റെ ആലയം തകർക്കണം. ഇനിയും യെരൂശലേമിൽ ദൈവജനം ആരാധിക്കരുത്. ആരാധനയ്ക്കും പദ്ധതികൾക്കുമെതിരെ ബാബിലോൺ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ദൈവം യെരമ്യാവിൻ്റെ അടുക്ക് പറയാ, ബാബിലോണിലെ നെബൂഖദ്നേസറിന്റെ ചിന്ത അവൻ മിടുക്കനാണെന്നാ. പക്ഷെ ഞാൻ അവന് വരുത്താൻ പോകുന്ന അനർത്ഥമല്ല, നീ ഒരു പുസ്തകത്തിൽ എഴുതി വെക്ക്. എന്നിട്ട് നീ അതിന് ചെയ്യേണ്ടത് എന്തെന്നാൽ, നീ അതും എടുത്ത് ബാബിലോണിൽ പോയി അത് മൊത്തം വായിച്ചിട്ട് പറയണോ, മനുഷ്യനോ മൃഗമോ ഇല്ലാതെ ശൂന്യമാകാം. വായിച്ച ശേഷം 63-ാം വാക്യം ഒന്ന് വായിക്കാമോ? 63-ാം വാക്യം. പിന്നെ ഈ പുസ്തകം വായിച്ച ശേഷം നീ അതിനൊരു കല്ല് കെട്ടി ഫ്രാത്തിന്റെ നടുവിലേക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെ ബാബേൽ ആണ്ടുപോകും. ഞാൻ അതിന് വരുത്തുന്ന അനർത്ഥത്തിൽ നിന്ന് അത് പൊങ്ങി വരികയില്ല. അവർ ക്ഷയിച്ചു പോകും എന്ന് പറയണം. ഇത്രത്തോളം യെരമ്യാവിന്റെ വചനങ്ങൾ, യെരമ്യാവിന്റെ പ്രവാചക ശുശ്രൂഷയുടെ അവസാനത്തെ പ്രൊഫറ്റിക്കൽ ആക്ട് എവിടെയാണ് സംഭവിക്കുന്നതെന്നറിയാമോ? സ്തോത്രം, ഫ്രാത്ത് നദീതീരത്താണ്. യെരമ്യാവ് വിലാപം പാടി. എന്താ കാരണം? ബാബിലോണിന്റെ അതിക്രമം നിമിത്ത, ബാബിലോണിന്റെ മ്ലേച്ഛത നിമിത്ത, ബാബിലോണിന്റെ അതീശത്വം നിമിത്ത. എന്നാൽ യെരമ്യാവിന്റെ ശുശ്രൂഷയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം യെരമ്യാവിനെ ഫ്രാത്ത് നദീതീരത്ത് കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, കല്ലുകെട്ടി നീ ആ പുസ്തകം എടുത്ത് ഫ്രാത്തിലേക്ക് എറി. ഫ്രാത്ത് നിനക്കൊരു സാക്ഷ്യം പറയാ. പ്രവാചകൻ പ്രവർത്തിച്ചാൽ അതുപോലെ നിവർത്തിക്കപ്പെടുന്ന ഒരു പ്രൊഫറ്റിക്കൽ ആക്ടിന്റെ മണ്ഡലമായി ഫ്രാത്തിനെ ദൈവം മാറ്റുകയാണ്. ഇന്ന് പകൽക്കാല എത്ര ദൈവമക്കൾ തിരിച്ചറിയുന്നോ, ഫ്രാത്ത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കുക. ഫ്രാത്തിനകത്ത് കല്ലുകെട്ടി താണതുപോലെ ബാബിലോൺ താണുപോകുക. ഇന്ന് പകൽക്കാല ചില പ്രൊഫറ്റിക്കൽ ആക്ടുകൾക്ക് വേണ്ടി, പ്രവചനാത്മക പ്രവർത്തികൾക്ക് വേണ്ടി ദൈവമക്കളിൽ ചിലരെ ദൈവ ഫ്രാത്ത് പോലെ തെരഞ്ഞെടുക്കുകയാണ്. ഫ്രാത്തിന്റെ പ്രത്യേകത, ഫ്രാത്തിൽ ഒരു കല്ല് കെട്ടി താഴ്ത്തുമ്പോൾ ദൈവം പറയുകയാണ്, നാളെ ഒരു സാമ്രാജ്യം ഇതുപോലെ താഴുക. കണ്ടോ, ഫ്രാത്തിൽ ഒരു കല്ല് താഴുമ്പോൾ അത് വാസ്തവത്തിൽ ഒരു കല്ലല്ല താഴുന്നത്, ഒരു സാമ്രാജ്യം തന്നെയാണ് താഴുന്നത്. കണ്ടോ, ഫ്രാത്തിൽ ഒരു കല്ല് താഴുമ്പോൾ ഒരു കല്ലല്ല താഴുന്നത്, ഒരു സാമ്രാജ്യമാണ് താഴുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാ, ഫ്രാത്തിനകത്ത് ഒരു ആത്മമണ്ഡലം വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഫ്രാത്തിനകത്ത് ഒരു ആത്മമണ്ഡലം തുറക്കപ്പെടുകയാണ്. ഫ്രാത്ത് എന്ന് പറയുന്നത് ഭൗമമായ ഒരു പ്രാർത്ഥനയല്ല. ഫ്രാത്ത് എന്ന് പറയുന്നത് സാധാരണമായ ഒരു പ്രാർത്ഥനയല്ല. ഫ്രാത്തിനകത്തൊരു കല്ല് താഴുമ്പോൾ അതിനകത്തൊരു മർമ്മമുണ്ട്, അതിനകത്തൊരു വെളിപ്പാടുണ്ട്. അതൊരു സാമ്രാജ്യം തന്നെ താഴുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ചില ദൈവമക്കളുടെ മേൽ ദൈവം അസാധാരണമായ അഭിഷേകം നൽകാൻ പോവുകയാ. പ്രാർത്ഥനാ തലങ്ങൾ മാറാൻ പോവുകയാ. വെറുതെ ഇരുന്ന് കരഞ്ഞ പ്രാർത്ഥനകൾ മാറി, വെറുതെ ഇരുന്ന് കൈകൊട്ടും പാട്ടും മാറി ദൈവമക്കൾ ആത്മമണ്ഡലത്തിൽ കയറാൻ പോവുകയാ. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് ഞാനൊരു മനുഷ്യനെ അറിയുന്നു. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. മനുഷ്യർക്ക് ഉച്ചരിച്ചു കൂടാത്ത ഭാഷകൾ കേട്ടോ. അത് ഭൂമിയല്ല, അത് ഈ കാണുന്ന അറ്റ്മോസ്ഫറിക് ഹെവൻ അല്ല, അതിനപ്പുറത്തുള്ള സ്റ്റാറി ഹെവൻ അല്ല, അതിനപ്പുറത്തുള്ള 3-ാം സ്വർഗ, ഗോഡ്സ് ഹെവൻ.
ദൈവാദി ദൈവത്തിന്റെ സ്വർഗാദി സ്വർഗമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ കണ്ടു വിളിച്ചു പറഞ്ഞതുപോലെ ആത്മമണ്ഡലത്തിൽ കയറി പ്രാർത്ഥിക്കുന്ന ആത്മതലം തുറക്കപ്പെടുന്ന ദിനരാത്രങ്ങൾ, അതാണ് ഫ്രാത്ത് വിളിച്ചു പറയുന്നത്. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ, ആമേൻ. ഫ്രാത്തിനകത്ത്, ആമേൻ, ഫ്രാത്ത് ഒരു പ്രൊഫറ്റിക്കൽ ആക്റ്റാണ്. ഞാൻ ഈ പ്രൊഫറ്റിക്കൽ ആക്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ചിലർക്കെങ്കിലും അതെന്താണെന്ന് മനസ്സിലാകുന്നില്ലായിരിക്കാം. ആമേൻ, വളരെ വളരെ ലളിതമായിട്ടൊരു കാര്യം പറയാം. സ്തോത്ര, നിങ്ങൾ ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ ഒരു കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, കേരളത്തിൻ്റെ സുവിശേഷീകരണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾ കേരളത്തിൻ്റെ ഒരു മാപ്പ് വരയ്ക്ക്. നിങ്ങൾ കേരളത്തിൻ്റെ ഒരു മാപ്പ് വരച്ചിട്ട് ആ മാപ്പിൻ്റെ ഓരോ മേഖലകളിൽ നിങ്ങൾ വിരല് തൊട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചിന്തിക്കുമോ അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? യെസ്, നിങ്ങൾ വിരല് തൊടുന്ന ദേശം അത് ദൈവത്താൽ തൊടപ്പെടും. അതാണ് പ്രൊഫറ്റിക്കൽ ആക്ട് എന്ന് പറയുന്നത്. സ്തോത്ര, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ആമേൻ, നേരെ പട്ടാളക്കാർ അതിർത്തിയിലേക്ക് പോവുകയല്ല, പകരം അതിനു മുമ്പേ അവരുടെ പട്ടാള ക്യാമ്പിൽ റൂമിനകത്ത് അതിൻ്റെ ഒരു മാപ്പ് വരയ്ക്കുക. ആ മാപ്പിനകത്ത് ഓരോ കളർ കോഡുകൾ ഉണ്ടായിരിക്കും. ഉയർന്ന സ്ഥലം, താണ സ്ഥലം, നദി. അതിനകത്ത് വെച്ച് ലഫ്റ്റനന്റ് കമാൻഡർമാര്, അതിനകത്ത് വെച്ച് പട്ടാളത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാര് അവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റിക്ക് കൊണ്ട്, അവരുടെ കയ്യിലിരിക്കുന്ന പേന കൊണ്ട് മാർക്ക് ചെയ്യും. ഇവിടെയാണ് നമ്മുടെ ക്യാമ്പ് സ്റ്റേഷൻ, ഇവിടെയാണ് യുദ്ധം നടക്കുന്നത്, ഇവിടെയാണ് ശത്രു വരുന്നത്. കണ്ടോ, ലഫ്റ്റനന്റുമാര്, ആമേൻ, ഹൈ ഒഫീഷ്യൽസ് ഇവിടെ റൂമിലിരുന്ന് മാപ്പിനകത്ത് വരയ്ക്കുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ അവിടെ ലിറ്ററലി അക്ഷരീകമായി 1000 പടയാളികൾ ഇറങ്ങി നിൽക്കുക. അതാണ് ആത്മതലത്തിലെ പ്രാർത്ഥന എന്നുള്ളത്. ആമേൻ, സാധാരണ പടയാളികൾ ലിറ്ററലി നിന്ന് യുദ്ധം ചെയ്യുക, പക്ഷെ ലഫ്റ്റനന്റ് കമാൻഡർമാർ മാപ്പിനകത്ത് വരച്ച് യുദ്ധം ചെയ്യുക. ഇന്ന് പകൽക്കാല ദൈവം ഇതിനകത്ത് ചിലരെ അഭിഷേകം ചെയ്യുകയാണ്. മാപ്പിനകത്ത് വരച്ച് ചില ദേശങ്ങളെ പിടിച്ചെടുക്കാൻ, മാപ്പിനകത്ത് വരച്ച് ചില അന്ധകാര ശക്തികളെ വെട്ടിക്കളയാൻ നീ പ്രൊഫറ്റിക്കലി ചിലത് ചെയ്യുക. ദൈവം അത് ലിറ്ററലി ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നീ പ്രൊഫറ്റിക്കലി പ്രവർത്തിക്കുക, ദൈവം അത് ലിറ്ററലി പ്രവർത്തിക്കും. യെരമ്യാവ് ഒരു കല്ലെടുത്ത് ഫ്രാത്തിലിട്ടോ, ദൈവം ബാബിലോണെ എടുത്ത് കടലിലിട്ടോ. കണ്ടോ, സ്തോത്ര, യെരമ്യാവ് ഒരു കല്ലെടുത്ത് ഫ്രാത്തിലിട്ടോ, ദൈവം ബാബിലോണെ എടുത്ത് കടലിലിട്ടോ. ഇന്ന് പകൽക്കാല നീ നിന്റെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് കൽപ്പിക്കുന്നത് നാളെ ലോകത്തിന്റെ നടുവിൽ കാണോ. ഓ, നീ അറയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് നാളെ പുരമുകളിൽ ഘോഷിക്കോ. നീ പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രോക്ലെയിം ചെയ്യുന്നത് നാളത്തെ ന്യൂസ് ഹെഡ്ലൈനിൽ വായിക്കും. കർത്താവ് പറയുക, നിങ്ങൾ അറയിൽ പറയുന്നത് പുരമുകളിൽ ഘോഷിക്കും. എന്താണ് അതിൻ്റെ ഒരു മർമ്മ? നീ അറയിൽ പറയുന്നത് പുരമുകളിൽ ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നീ അറയ്ക്കകത്ത് കയറി വാതിലടച്ച് നീ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ബൈ ഫെയ്ത്ത് നീ പ്രൊക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ നാളെ പുരമുകളിൽ ന്യൂസ് ഹെഡ്ലൈനായിട്ട്, ഹോട്ട് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് അത് ലോകത്തിൽ വിളിച്ചു പറയപ്പെടാം. ഇന്ന് പകൽക്കാല ദൈവജനത്തെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രൊക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. രാഷ്ട്രത്തിന് വേണ്ടി പ്രൊക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രൊക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. ലോകത്തിന് വേണ്ടി പ്രൊക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. നീ അറയിൽ പ്രൊക്ലെയിം ചെയ്യുന്നത് നാളെ ഫ്ലാഷ് ന്യൂസ് ആകോ. നീ അറയിൽ പ്രൊക്ലെയിം ചെയ്യുന്നത് നാളെ ഹെഡ്ലൈൻ ആകോ. പകൽ എന്നോട് ചേർന്ന് പറഞ്ഞേ, എൻ്റെ പ്രാർത്ഥനയുടെ അറയിൽ ഞാൻ പറയുന്നത്, എന്നോട് ചേർന്ന് പറഞ്ഞേ, എൻ്റെ പ്രാർത്ഥനയുടെ അറയിൽ ഞാൻ പറയുന്നത് നാളത്തെ ഹെഡ്ലൈനുകളാകും. ഞാൻ അറയിൽ പറയുന്നത് നാളെ പുരമുകളിൽ ഘോഷിക്കും. ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ അറയിൽ പ്രൊക്ലെയിം ചെയ്യുന്നത് നാളെ ന്യൂസ് ഹെഡ്ലൈനുകളാകും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഫ്രാത്തിനകത്ത് ചില പ്രൊഫറ്റിക്കൽ ആക്ടുകൾ നടക്കും. നാലാമത്തെ നദി ഫ്രാത്ത. നാലാമത്തെ നദി ഫ്രാത്ത. ഇത്രേ ഉള്ളെന്ന് ഫ്രാത്ത്. ആമേൻ. മൂത്ത മകൻ അമേരിക്കയില, രണ്ടാമത്തെ മകൻ കാനഡയില, മൂന്നാമത്തെ മോൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോയേക്കുക, നാലാമത്തവനോ അവനിവിടെ ഉണ്ട്. ആമേൻ. ഇതുപോലെയാണ് പറഞ്ഞത്.
മൂത്തവൻ പൊന്നു കൊണ്ടുവരും, ഗുൽഗുലം കൊണ്ടുവരും, ഗോമേതകം കൊണ്ടുവരും. പിന്നെ രണ്ടാമത്തവൻ അവനങ്ങ് കൂശില. പിന്നെ മൂന്നാമത്തവൻ അവനങ്ങ് അശൂരില, സിറിയല. നാലാമത്തവൻ ഇവിടെ ഉണ്ട്. ഒന്നിനും ഒതകാത്തവനാ. ഒന്നിനും ഒതകാത്ത നിന്നെ കൊണ്ട ദൈവത്തിന് ചില അസാധാരണ കാര്യം ചെയ്യുന്നത്. പൊന്നുണ്ടാക്കുന്നവൻ പൊന്നുണ്ടാക്കട്ടെ, ഗോമേതകം ഉണ്ടാക്കുന്നവൻ ഗോമേതകം ഉണ്ടാക്കട്ടെ, ഗുൽഗുല ഉണ്ടാക്കുന്നവൻ ഗുൽഗുല ഉണ്ടാക്കട്ടെ. പക്ഷെ നിനക്ക് ദൈവ അസാധാരണമായ പ്രവൃത്തിയാ. നിന്റെ മേലുള്ള അഭിഷേകം ഗോമേതകം ഉണ്ടാക്കാനല്ല. നിന്റെ മേലുള്ള അഭിഷേകം ബാബിലോണിന്റെ അധികാരിയെ കല്ലുകെട്ടി സമുദ്രത്തിന്റെ ആഴത്തിലെറിഞ്ഞു കളയാനോ. ഇതിനകത്ത് ദൈവം ചിലരെ അസാധാരണമായി അനോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു പ്രസംഗമല്ല, ഇതൊരു ദൈവത്തിന്റെ പ്രവർത്തിയുടെ സമയമാ. ദൈവത്തിന്റെ അഭിഷേകം നിന്നെ തൊടുന്ന പകൽ. നീ പൊന്നുണ്ടാക്കിയിട്ടില്ല, നീ ഗുൽഗുല ഉണ്ടാക്കിയിട്ടില്ല, നീ ഗോമേതകം ഉണ്ടാക്കിയിട്ടില്ല. നിനക്ക് ഈജിപ്തിൽ പോയ ചരിത്രമില്ല, നിനക്ക് സിറിയ പോയ ചരിത്രമില്ല, നിനക്ക് കാനഡയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നിനക്ക് ലണ്ടന്റെ ബേസ് ഇല്ല, നിനക്ക് ഓസ്ട്രേലിയയുടെ വരുമാനമില്ല. പക്ഷെ നിന്റെ അകത്തൊരു അഭിഷേകം ഉണ്ടെന്ന നീ ഏത് രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് പോകുന്നുവെന്നുള്ളതല്ല വിഷയം. നിന്റെ ശുശ്രൂഷ എത്രമാത്രം എഫക്റ്റീവ് ആകുന്ന വിഷയം. നീ എവിടെ നിന്ന് പ്രസംഗിക്കുന്നുവെന്നല്ല വിഷയം. നിന്റെ പ്രസംഗം എവിടെ ചെന്ന് ഇടിക്കുന്നുവെന്നുള്ളതാ വിഷയം. Holy Spirit, Rolberg Harbana Sarbana Tibera Carbolia. Holy Spirit, Holy Spirit, Holy Spirit. Oh Ramahashbara Thardanesia. Amen. ഫ്രാത്ത് ഇസ്രായേലിൻ്റെ അതിര്. ഫ്രാത്ത് ഇസ്രായേൽ തെറ്റിപ്പോകുമ്പോൾ തിരുത്തേണ്ടവൻ. ഫ്രാത്ത് ഇസ്രായേലിനെതിരെ ശത്രു വേഗതയോടും ശക്തിയോടും കയറി വരുമ്പോൾ അവനെ ഇടറി വീഴ്ത്തുമാറായി ഇസ്രായേലിന് ജയം കൊടുക്കേണ്ടവൻ. 4 ഫ്രാത്ത് ദൈവത്തിൻ്റെ പ്രവാചക ദൗത്യങ്ങൾ അക്ഷരീകമായി നിറവേറത്തക്കവണ്ണം പ്രൊഫറ്റിക്കൽ ആക്റ്റുകൾ സംഭവിക്കുന്ന സ്ഥലമാണ്. പ്രൊഫറ്റിക്കൽ ആക്റ്റുകൾ സംഭവിക്കുന്ന സ്ഥലം. ഫ്രാത്തിൻ്റെ അടിയിൽ കല്ല് കിടക്കുന്നിടത്തോളം ബാബിലോൺ പൊങ്ങത്തില്ല. നിങ്ങൾ ബാബിലോണിൻ്റെ ചരിത്രം പഠിച്ചാൽ നെബൂഖദ്നേസർ കൊല്ലപ്പെട്ടു. ഏതാണ്ട് ഇന്നേക്ക് 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് സദാം ഹുസൈൻ എന്നൊരു മനുഷ്യൻ ഇറാഖിൽ എഴുന്നേറ്റ് വന്നു. അയാൾ പറഞ്ഞു, ഞാൻ നെബൂഖദ്നേസറിൻ്റെ മകനാണെന്ന്. ഇഷ്താർ ഗേറ്റ് എന്ന് പറഞ്ഞ നെബൂഖദ്നേസറിൻ്റെ കാലം പോലെയുള്ള മതിലും ഗേറ്റും താൻ പണിതു. നെബൂഖദ്നേസറിൻ്റെ കാലം പോലെയുള്ള കൊട്ടാരം താൻ പണിതു തുടങ്ങി. പക്ഷേ ഇറാഖിൽ സദാം ഹുസൈൻ്റെ കൊട്ടാരം പണി തീർന്നില്ല. അവസാനം ഗാർബേജ് സ്ഥലത്തു നിന്ന്, അണ്ടർഗ്രൗണ്ടിൽ നിന്ന് സദാം ഹുസൈനെ താടിയും മൂടിയും വളർത്തിയവനായി ഭ്രാന്തനെ പോലെ പിടിച്ചെടുത്തു. കാരണം ഫ്രാത്തിൻ്റെ അടിയിൽ കല്ല് കിടക്കുന്നിടത്തോളം ബാബിലോൺ പൊങ്ങത്തില്ല. ജീസസ്, നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നീ പ്രവാചക ദൗത്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നിടത്തോളം പിശാചിന് പൊങ്ങാൻ കഴിയത്തില്ലെന്ന്. സ്തോത്രം, സ്തോത്രം. സ്തോത്രം. ആമേൻ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായി 7 എന്ന് പറയുന്ന പ്രധാനമായ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് 7 മുദ്രകൾ പൊട്ടിച്ചു, അനന്തരം 7 കാഹളങ്ങൾ ഊതി, അനന്തരം 7 കലശങ്ങൾ ഒഴിച്ചു. 7 കാഹളത്തോടും 7 കലശത്തോടും സംബന്ധമായി 7 കാഹളങ്ങളിൽ 6ാമത്തെ കാഹളം ഊതുമ്പോഴും 7 കലശത്തിൽ 6ാമത്തെ കലശം ഒഴിക്കുമ്പോഴും അവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം എന്നുള്ളത് യൂഫ്രട്ടീസ് നദി, ഫ്രാത്ത് നദിയാണ്. ആ 2 ഭാഗങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഫ്രാത്തിനെ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഒതുക്കിയപ്പോൾ നാട്ടുകാർ ചിന്തിച്ച് ഫ്രാത്ത് തീർന്നെന്ന്. പക്ഷെ വെളിപ്പാട് പുസ്തകം വരെ, തിരുവെഴുത്തിൻ്റെ അവസാന പുസ്തകം വരെ
എന്ത് കിടക്കുകയാണെന്നറിയാമോ? ഫ്രാത്തിന്റെ ചരിത്രം കിടക്കുകയാണ്. ഞാൻ ഫ്രാത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിലെ 1-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. അത് 7 കാഹളങ്ങളിലെ 6-ാമത്തെ കാഹളം ഊതുന്ന സംഭവമാണ്. 6-ാമത്തെ ദൂതനൂതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദമുള്ള കാഹളമുള്ള 6-ാമത്തെ ദൂതനോട് പറഞ്ഞു. ദൈവസന്നിധിയിലെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം 6-ാമത്തെ ദൂതന്റെ 6-ാമത്തെ കാഹളമൂതുന്ന ദൂതന്റെ കാതുകളിൽ അടിച്ചു. അവിടെ പറയുകയാണ്, യൂഫ്രാത്തേസ് എന്ന് പറയുന്ന മഹാനദീതീരത്ത് 4 ദൂതന്മാർ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അന്നുവരെ ലോകത്തിന് അറിയത്തില്ലായിരുന്നു യൂഫ്രട്ടീസ് അല്ലെങ്കിൽ ഫ്രാത്ത് നദീതീരത്ത്, യൂഫ്രട്ടീസ് എന്ന് പറയുന്നത് ഫ്രാത്താണ്, ഫ്രാത്ത് നദീതീരത്ത് 4 ദൂതന്മാർ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെന്ന് അന്നുവരെ ലോകത്തിന് അറിയത്തില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയും, ഫ്രാത്ത് ദൂതന്മാരെ ബന്ധിച്ചിടുന്ന സ്ഥലമാണ്. വായിക്കാമോ? ആ വേദഭാഗത്തിലേക്കൊന്ന് കടന്നു വരാമോ? 14-ാം വാക്യം. 6-ാമത്തെ ദൂതനൂതി. ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളം പോലുള്ള 6-ാം ദൂതനോട്, കാഹളമുള്ള 6-ാം ദൂതനോട്, യൂഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന, യൂഫ്രാത്തേസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറഞ്ഞു. ഈ ദൂതന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൂതന്മാരാണെന്ന്. അല്ല, ആ ദൂതന്മാരുടെ സ്വഭാവം അടുത്തത് നാം പഠിക്കുമ്പോൾ വീണുപോയ ദൂതന്മാരോട് ഉപമിച്ച് നമുക്കത് പഠിക്കാൻ കഴിയും. വായിക്കാമോ? അതിന്റെ 15-ാം വാക്യം. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ, മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിട്ടു. കണ്ടോ? അപ്പൊ യൂഫ്രട്ടീസിൽ 4 ദൂതന്മാർ കെട്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു ആ ദൂതന്മാരെന്ന് അവിടെ നാം വായിക്കുമ്പോൾ പറയുകയാണ്, ആമേൻ, മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ, മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ തക്കവണ്ണം, ആമേൻ, ശക്തിയുള്ളതായിട്ടുള്ള ദൂതന്മാർ. വീണ്ടും അതിന്റെ 18-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. 18-ാം വാക്യം. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. കണ്ടോ? മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. മനുഷ്യനെ കൊല്ലുന്ന ദൂതന്മാർ. ഇനി ഈ ദൂതന്മാർ ദൈവികമല്ല എന്ന് പറയുവാൻ തക്കവണ്ണം അതിൻ്റെ 16-17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 4 ദൂതന്മാരെ അഴിച്ചുവിട്ടപ്പോൾ 4 ദൂതന്മാരല്ല പുറത്തു വന്നത്. 4 ദൂതന്മാരെ അഴിച്ചുവിട്ടപ്പോൾ 4 ദൂതന്മാരല്ല പുറത്തു വന്നത്. പകരം 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. 20,000 ആയിരുന്നു. 10,000 by 20,000. വീട്ടിൽ പോയി കാൽക്കുലേറ്റ് ചെയ്തോ. വീണ്ടും അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെ തലയുള്ളതുമായിരുന്നു. കണ്ടോ? ഈ ദൂതനെ 4 ദൂതനെ അഴിച്ചുവിട്ടപ്പോൾ 10,000 മടങ്ങ് 20,000 കുതിരകൾ പുറപ്പെടുകയാണ്. തീനിറവും അഗ്നിയും കലർന്നതായിട്ടുള്ള കുതിരകൾ. ഇതിന്റെ രൂപത്തെക്കുറിച്ച് പറയുകയാണ്, കുതിരയും സർപ്പവും ചേർന്നതാണ് ഈ ശക്തി എന്ന് പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ 4 ദൂതന്മാരെ അഴിച്ചുവിടുമ്പോൾ ലക്ഷക്കണക്കിന് സൈന്യങ്ങളാണ് പുറത്തു വരുന്നത്. ദൂതന്മാരെന്ന് പറയുന്നത് വീണുപോയ അന്ധകാര ശക്തി, സൈന്യം എന്ന് പറയുന്നത് മാനുഷിക ബലം, രാഷ്ട്രീയ ശക്തികൾ. വീണ്ടും അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, കുതിരയും സർപ്പവും ഒന്നു ചേർന്ന ബുദ്ധി. കുതിര എന്ന് പറയുന്നത് ഹ്യൂമൻ പവറാണ്, സർപ്പം എന്ന് പറയുന്നത് സൈറ്റനിക് പവറാണ്. നിങ്ങൾ ഒരു കാര്യം അറിയണം, ഈ കാലഘട്ടം കുതിരയും സർപ്പവും കൂടെ ഒന്നിക്കുന്ന കാലഘട്ടമാണ് കേട്ടോ. പൈശാചിക ശക്തികളും രാഷ്ട്രീയ ശക്തികളും ഒന്നിക്കുന്ന കാലഘട്ടം. ബിലയാമും ബാലാക്കും കൂടെ കൈകോർത്തതുപോലെ പൈശാചിക ശക്തികളോ അന്ധകാര പേഗനിസവും രാഷ്ട്രീയതയും കൂടെ ഒന്നിക്കുന്ന കാലഘട്ടം. ഞാൻ പറഞ്ഞതിനെ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഞാൻ അത്രയും പറഞ്ഞതിനെ അവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഫ്രാത്ത് നദീതീരത്ത് ഈ 4 ദൂതന്മാരെയും എന്ത് ചെയ്തിട്ടുണ്ട്?
ഇട്ടിരിക്കുകയാണ്, ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഇവരുടെ ആഗ്രഹം മനുഷ്യരിൽ 1/3 കൊല്ലണമെന്നാണ്. വായിൽ നിന്ന് തീ, ഗന്ധകം, പുക ഇവ പുറപ്പെടുവിച്ചുകൊണ്ട് മനുഷ്യനെ ദണ്ഡിപ്പിക്കുവാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ഫ്രാത്ത് എന്ത് ചെയ്യുകയാണ്? ഫ്രാത്ത് ഇതിനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ദൈവജനത്തിന് മനസ്സിലായി കാണോ? 4ാമത്തെ നദിയായ ഫ്രാത്തിന്റെ തീരത്ത് അന്ധകാര ശക്തികൾ ബന്ധിക്കപ്പെട്ട് കിടക്കുക. 7 കാഹളങ്ങളുമായി ദൂതന്മാർ കടന്നു വരുമ്പോൾ 6ാമത്തെ കാഹളം ഊതുന്നിടം വരെയോ ഫ്രാത്ത് നദീതീരത്തു നിന്ന് ഇതിനെ അഴിക്കാൻ ആർക്കും കഴിയത്തില്ല. ഹേ അന്ധകാര ശക്തികളെ, ഹേ 10,000 20,000 കുതിരകളും രഥങ്ങളുമുള്ള ദുരാത്മ സംഘങ്ങളെ, ഹേ രാഷ്ട്രീയ കോമരങ്ങളെ, ഞാൻ ഇന്ന് പകൽ നിന്നെ നോക്കി വിളിച്ചു പറയാ, നിനക്ക് സത്യമല്ല. ഫ്രാത്തിന്റെ തീരത്ത് നിന്നെ ബന്ധിച്ചിട്ടാൽ നിന്നെ തുറന്നു വിടാൻ ആർക്കും കഴിയത്തില്ല. ഹോളി സ്പിരിറ്റ് ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ദൈവസഭയ്ക്കും അഭിഷക്തന്മാർക്കും വിരോധമായി പൈശാചിക ശക്തികളോ രാഷ്ട്രീയ അധികാരങ്ങളും കൂടെ കൈകോർക്കുമ്പോൾ ഒഴുകുന്ന ഫ്രാത്തുണ്ടെങ്കിൽ ഫ്രാത്തിന്റെ തീരത്ത് ഈ പൈശാചിക ശക്തികൾ ബന്ധിക്കപ്പെട്ടിരിക്കും, അമർത്തപ്പെട്ടിരിക്കും. അവന്റെ ഗൂഢാലോചന മുറികൾക്കകത്ത് അവന് പല കാര്യവും കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിക്കാം, എങ്ങനെ പെന്തക്കോസ്റ്റലിസത്തെ ഇല്ലാതാക്കാം, എങ്ങനെ അന്ത്യകാല റിവൈവലിനെ സ്റ്റോപ്പ് ചെയ്യാം. പിശാചിന് പകല കോൺസ്പിറസികളോ അവിടെ ഇരുന്ന് ആലോചിക്കാൻ കഴിയോ? പക്ഷേ അവന്റെ ചെറുവിരൽ പോലും അനക്കാൻ കഴിയത്തില്ല. കാരണം ഫ്രാത്തിനൊരു അധികാരമുണ്ട്. പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ ബന്ധിച്ചിടുവാൻ ഒരു അധികാരം അവനുണ്ട്. ഏഴ് കാഹളങ്ങളും 7 കലശങ്ങളും നിങ്ങൾ പഠിച്ചാൽ ഇത് സമാന്തരമായി പറയുന്ന വിഷയമാണ്. ഒന്ന് യഹൂദ്യ കാഴ്ചപ്പാടും ഒന്ന് സെക്യുലർ കാഴ്ചപ്പാടുമാണ്. അല്ലെങ്കിൽ ഒന്ന് സ്പിരിച്വൽ ആസ്പെക്റ്റിലും മറ്റേത് യഹൂദ്യ കാഴ്ചപ്പാടിലുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആകയാൽ 6ാമത്തെ ദൂതൻ ഊതുമ്പോൾ ഫ്രാത്ത് നദീതീരത്ത് ദൂതന്മാരുടെ ബന്ധനത്തെ വെളിപ്പെടുകയാണ്. ഫ്രാത്തിന് ഒരു അധികാരമുണ്ട്. ദൈവജനത്തിനെതിരെ, തലമുറകൾക്കെതിരെ, സമൂഹത്തിനെതിരെ ദോഷം വിതയ്ക്കുവാനുള്ള പൈശാചിക അധികാരങ്ങളെ ബന്ധിച്ചിടാനുള്ള അധികാരം ആരുടെ കയ്യിലാണ് കിടക്കുന്നത്? ഫ്രാത്തിന്റെ കയ്യിലാണ് കിടക്കുന്നത്. യെസ്, ദൈവം എന്തിനാ ദൈവസഭകളെ എഴുന്നേൽപ്പിക്കുന്നത്? യെസ്, ആരോടും മത്സരിക്കാനല്ല, വലിയ നാടുനീള ജാഥ നടത്തി ഞങ്ങളുടെ ആൾബലം കാണിക്കാനല്ല ദൈവം ദൈവസഭകളെ സ്ഥാപിക്കുന്നത്. ആമേൻ. തിരുവല്ല തുടങ്ങി കോട്ടയം വരെ മനുഷ്യ ചങ്ങല പിടിക്കാനല്ല ദൈവം ദൈവസഭകളെ ആക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജാഥ നടത്തുന്നത് പോലെ, യെസ്, ഒരിടത്തു നിന്ന് ഒരിടം വരെ വഴിനീള റാലി നടത്താനല്ല, സുവിശേഷ ജാഥ എന്ന് പേർ വിളിച്ച് ജാഥ നടത്താനല്ല ദൈവം ദൈവസഭകളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പകരം ദൈവസഭകളുടെ ദൗത്യം എന്താണെന്നറിയാമോ? അഴിഞ്ഞാടാൻ കാത്തുനിൽക്കുന്ന, സമൂഹത്തെ നശിപ്പിക്കാൻ കാത്തുനിൽക്കുന്ന, യൗവനത്തെ നശിപ്പിക്കാൻ കാത്തുനിൽക്കുന്ന, ധാർമ്മികതയെ കുട്ടിച്ചോറാകാൻ കാത്തുനിൽക്കുന്ന അന്ധകാര ദൂതന്മാരെ തങ്ങളുടെ അരികത്ത് ബന്ധിച്ചിട്ടുകൊണ്ട് അവന്റെ പിമ്പിൽ നിൽക്കുന്ന 10,000 20,000 പൈശാചിക ശക്തികളെ, രഥങ്ങളെ ബന്ധിക്കുവാൻ, അടിമപ്പെടുത്തുവാൻ, പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, പക്ഷേ അധർമ്മമൂർത്തിക്ക് വെളിപ്പെടാൻ കഴിയുന്നില്ല. എന്താ കാരണം? തടുക്കുന്ന ഒരുത്തൻ നിൽപ്പുണ്ട്. തടുക്കുന്ന പരിശുദ്ധാത്മാവ് എവിടെയാണ് നിൽക്കുന്നത്? അത് ദൈവസഭയിലെ വിശുദ്ധന്മാരിൽ കൂടെ, പ്രാർത്ഥിക്കുന്നവരിൽ കൂടെ, കരയുന്നവരിൽ കൂടെ, ദൈവത്തെ സ്നേഹിക്കുന്നവരിൽ കൂടെയാണ് ആ അഭിഷേക ആ പരിശുദ്ധാത്മാവ് നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞിട്ട് അവസാന വിഷയത്തിലേക്ക് തൊടട്ടെ. യെസ്, ഫ്രാത്ത് നദീതീരത്ത് 4 ദൂതന്മാർ ബന്ധിക്കപ്പെട്ടോ. ചില്ലറക്കാരല്ല കേട്ടോ, മനുഷ്യരിൽ. അമേൻ. 1/3 കൊന്നുകളവാൻ, 800 കോടി ജനങ്ങളിൽ 1/3 കൊന്നുകളവാൻ തക്കവണ്ണം ഏതാണ്ട് 300ഓളം കോടി ജനത്തെ കൊന്നുകളയാൻ കഴിയുന്നതായ, ഇറ്റ് മേ ബി ഒരുപക്ഷെ ഒരു പാൻഡമിക്, ഒരു പകർച്ചവ്യാധിയായിട്ടായിരിക്കാം, ഒരുപക്ഷെ യുദ്ധമായിട്ടായിരിക്കാം, ഒരുപക്ഷെ ആയുധങ്ങളായിട്ടായിരിക്കാം, ഒരുപക്ഷെ കലഹങ്ങളായിട്ടായിരിക്കാം, ഒരുപക്ഷെ ലഹളകളായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ,
ഫ്രാത്ത് ഒഴുകുന്നിടത്തോളം, ഫ്രാത്ത് നിലനിൽക്കുന്നിടത്തോളം ഈ ദൂതന്മാർക്ക് പുറത്തു വരാൻ കഴിയത്തില്ല. യെസ്, തിരുവല്ലയുടെ പിമ്പിൽ അന്ധകാര ശക്തികളുണ്ട്, കേരളത്തിന്റെ പിമ്പിൽ അന്ധകാര ശക്തികളുണ്ട്, അതെ, പത്തനംതിട്ട ജില്ലയുടെ പിമ്പിൽ അന്ധകാര ശക്തികളുണ്ട്. ശരിയാണ്, ഭാരതത്തിന്റെ പിമ്പിൽ അന്ധകാര ശക്തികളുണ്ട്. ഏഷ്യ ഭൂഖണ്ഡത്തിനെതിരെ ആസിയ മുഴുവൻ ഭജിച്ചു പോരുന്ന അന്ധകാര ശക്തികളുണ്ട്. യൂറോപ്പിൽ കുടികൊള്ളുന്ന പൈശാചിക ശക്തികളുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഫ്രാത്തിന്റെ അധികാര ഈ ദേശാന്തകാര ശക്തികളെ, പൈശാചിക ബലങ്ങളെ കെട്ടി പാതാളത്തിന് കീഴ് ഒതുക്കി നിർത്തുന്നതാണ്. പാമ്പുകളുടെ മേല്, തേളുകളുടെ മേല്, ശത്രുവിന്റെ സകല ബലത്തിന്മേല് ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഓ, യാതൊന്നും നിനക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. അധികാരമുള്ള ദൈവജനം സ്തോത്രം പറഞ്ഞു തുടങ്ങിയോട്ട്. നീ ഒരു ഫ്രാത്താണ്, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. നീ ജീവിക്കുന്ന കാലത്തോളം, നീ പ്രാർത്ഥിക്കുന്ന കാലത്തോളം, നീ ആരാധിക്കുന്ന കാലത്തോളം പിശാച് തലപൊക്കത്തില്ല. നീ ഉപവസിക്കുന്ന കാലത്തോളം ദൂതന്മാർ പൊങ്ങത്തില്ലെന്ന്. നീ കരയുന്ന കാലത്തോളം പൈശാചിക മണ്ഡലങ്ങൾ ചലിക്കത്തില്ലെന്ന്. ഞാൻ ദൈവവചനത്തിന്റെ വെളിപ്പാട് പ്രാപിക്കുന്ന കാലത്തോളം, ഞാൻ എന്റെ മുഴങ്കാല് ദൈവസന്നിധിയിൽ മടക്കുന്ന കാലത്തോളം, എന്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുന്ന കാലത്തോളം, രാത്രിയുടെ യാമങ്ങൾ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന കാലത്തോളം, ഹേ പിശാചേ, നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇല്ല, ഞാൻ മരിച്ചാൽ എന്നേക്കാൾ പ്രഗത്ഭന്മാരായ, എന്നേക്കാൾ വീര്യമുള്ള, എന്നേക്കാൾ കൃപയുള്ള 10,000 പേരെ എന്റെ ദൈവം, പ്രാർത്ഥന വീരന്മാരെ, അഭിഷക്തന്മാരെ, വിശുദ്ധന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ആറാമത്തെ കാഹളം പറഞ്ഞു. ആറാമത്തെ കലശത്തിലേക്ക് വരാം. ആറാമത്തെ കലശം ഇതിനോട് സമാന്തരം തന്നെയാണ്. ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രാത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 6 കാഹളവും 6 കലശവും സമാന്തരമാണ്. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രാത്തേസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. അടുത്ത ഭാഗം, ആറാമത്തവൻ തന്റെ കലശം യൂഫ്രാത്തീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. ഞാൻ ആ വാക്യത്തെ തിരിച്ചു പറയുകയാണ്. യൂഫ്രാത്തേസിൽ വെള്ളമുള്ള കാലത്തോളം കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് യെരൂശലേമിൽ കയറാൻ പറ്റത്തില്ല. ഫ്രാത്തിൽ, യൂഫ്രട്ടീസിൽ വെള്ളമുള്ള കാലത്തോളം കിഴക്കിൻ്റെ രാജാക്കന്മാർക്ക് യെരൂശലേമിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പറയാം, ഫ്രാത്തെ, നിന്റെ അകത്ത് വെള്ളം ഉള്ളിടത്തോളം രാജാക്കന്മാർക്ക് കയറാൻ കഴിയത്തില്ല. കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങിയത് എപ്പോഴാ? യൂഫ്രട്ടീസിലെ വെള്ളം പറ്റിയപ്പോൾ. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കുറഞ്ഞാൽ, എൻ്റെയും നിങ്ങളുടെയും വെള്ളം വറ്റിയാൽ, എൻ്റെയും നിങ്ങളുടെയും തീഷ്ണത കുറഞ്ഞാൽ, എൻ്റെയും നിങ്ങളുടെയും ഐക്യത നഷ്ടപ്പെട്ടാൽ, എൻ്റെയും നിങ്ങളുടെയും ദൈവസ്നേഹം കുറഞ്ഞാൽ, എൻ്റെയും നിങ്ങളുടെയും ചാരിറ്റി നഷ്ടപ്പെട്ടാൽ, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം കുറഞ്ഞാൽ, യൂഫ്രട്ടീസിലെ വെള്ളം വറ്റിയാൽ കിഴക്കേ രാജാക്കന്മാർ വഴിയൊരുക്കുകയാണ്. 2024 കരിസ്മ ക്രൂസൈഡ് കഴിഞ്ഞു പോകുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ ചോദിക്കുകയാണ്, നീ രാജാക്കന്മാർക്ക് വഴി തുറക്കുമോ, രാജാക്കന്മാർക്ക് വഴി അടയ്ക്കുമോ? കിഴക്ക് നിന്ന് രാജാക്കന്മാർ വരികയാണ്. എന്തിനു വേണ്ടി? യെരൂശലേമിനെ ആക്രമിപ്പാൻ. ഈ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുമ്പോഴാണ് കിഴക്ക് നിന്ന് രാജാക്കന്മാർ യെരൂശലേമിലേക്ക് പടപ്രവേശം ചെയ്യും. അടുത്തതായി സംഭവിക്കുന്നതാണ്, മിശിഹ ഒലിവുമലയുടെ നെറുകയിൽ ഇറങ്ങി വരും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പിളർന്നു പോകും. യെസ്, അന്ന് യെരൂശലേമിൽ നഗരത്തിൽ വലിയ ഭൂകമ്പമുണ്ടാകും. നഗരത്തിൽ 1/3 നശിച്ചു പോകും. ജനങ്ങളിൽ 1/3 നശിച്ചു പോകും. ദൈവം തൻ്റെ രാജ്യത്വം 1000 ആണ്ടേക്ക് ഭൂമിയിൽ സ്ഥാപിക്കും. സഹസ്രാബ്ദം ആരംഭിക്കപ്പെടും. സ്തോത്രം. ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം സഹസ്രാബ്ദം ഭൂമിയിൽ സ്ഥാപിക്കും വരെയും യൂഫ്രട്ടീസിൽ എന്തുണ്ടാകണം? വെള്ളം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, യഹൂദൻ്റെ അക്ഷരീക യൂഫ്രട്ടീസിൽ വെള്ളം ഉണ്ടാകേണ്ടത് യേശു അവൻ്റെ രക്ഷയ്ക്കായിട്ട് ഒലിവുമലയിൽ വരുന്നിടം വരെയാണ്.
അങ്ങനെയെങ്കിൽ ആത്മീക ഇസ്രായേലായിരിക്കുന്ന നമ്മളുടെ ഫ്രാത്ത് നദിയിൽ എപ്പോൾ വരെ വെള്ളമുണ്ടായിരിക്കണം? കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരെ. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? യെസ്, ജനിച്ചപ്പോൾ നിന്നെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. മൂത്തമോൻ പൊന്നുണ്ടാക്കും, രണ്ടാമത്തെ മോൻ ഗോപേതകം കൊണ്ടുവരും, മൂന്നാമത്തെ മോൻ ഗുൽഗുലം കൊണ്ടുവരും. അവൻ്റെ അവിടുത്തെ ഗോൾഡ് നല്ല ഗോൾഡാണ്. പക്ഷെ നാലാമത്തവനെ കുറിച്ച് ഒരു കോണവും പറയാനില്ല. പക്ഷേ നാലാമത്തവനാണെന്നേ രാജാക്കന്മാരുടെ വഴി അടയ്ക്കുന്നേ, നാലാമത്തവനാണെന്നേ ദൂതന്മാരെ ബന്ധിച്ചിടുന്നത്, നാലാമത്തവനാണെന്നേ അതിര് നിശ്ചയിക്കുന്നത്. ഇന്ന് പകൽ എത്ര പേർ പറയുന്നു ആ അഭിഷേകം എൻ്റെ മേലുണ്ട്? അഭിഷേകത്തോടെ അധികാരത്തോടെ എഴുന്നേൽക്കുന്ന ഒരു തലമുറയ്ക്കായി എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? ഇന്ന് പകൽ എത്ര പേർ പറയുന്നു അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറയെ ഞാൻ എഴുന്നേൽക്കുകയാണ്? വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയാട്ട് നീ ഒരു ഫ്രാത്താകുന്നുവെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയോ? ഞാനൊരു ഫ്രാത്താകുന്നു, എനിക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട്, ഞാനൊരു അധിരായിരിക്കാം, ഞാനൊരു തിരുത്തൽ ശക്തിയായിരിക്കാം. വേഗവാനും ശത്രുവും ഇടറി വീഴുന്ന ഒരു പ്രാർത്ഥനാ മണ്ഡലമായിരിക്കും ഞാൻ. യെസ്, ഒരു പ്രവാചക അധികാരത്തോടെ എനിക്ക് ചിലത് പ്രവർത്തിക്കാൻ കഴിയോ? അന്ധകാരത്തിൻ്റെ ദൂതന്മാരെ ബന്ധിക്കുന്നവനായിരിക്കും ഞാൻ. യെസ്, നിന്റെ ദേശത്തിലൊരു ഡിസ്ട്രക്റ്റീവ് ഏഞ്ചൽ, നിന്റെ കുടുംബത്തിനകത്തൊരു സംഹാരകൻ കയറാൻ, സംഹാരക ദൂതൻ കയറാൻ നീ അനുവദിക്കരുത്. ഫ്രാത്ത് ഒഴുകുന്നിടത്തോളം സംഹാരക ദൂതന്മാർ ബന്ധിക്കപ്പെട്ടിരിക്കുക. ഫ്രാത്ത് ഒഴുകുന്നിടത്തോളം പൈശാചിക ശക്തികൾ ബന്ധിക്കപ്പെട്ടിരിക്കുക. ഫ്രാത്ത് ഒഴുകുന്നിടത്തോളം യെസ് അധർമ്മത്തിന്റെ മർമ്മങ്ങൾ ഒതുക്കപ്പെട്ടിരിക്കുക. ഫ്രാത്ത് ഒഴുകുന്നിടത്തോളം ഈ കരിസ്മയിൽ ഈ 2024 ഒരു ടാർഗറ്റ് വെച്ച് ഇറങ്ങിയോട്ട് യെസ് ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ ഞാൻ പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്നത് അങ്ങനെയൊന്ന് പറയാമോ? എൻ്റെ ആയുസ്സിൽ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ ഞാൻ ഇനി അങ്ങോട്ട് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്നൊന്ന് വായി തുറന്ന് പറഞ്ഞേ, ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ ഇനിയും പ്രാർത്ഥിക്കാം. ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ ഞാൻ പ്രാർത്ഥിക്കാം. ഇതുവരെ രാത്രികളിൽ ഉണർന്നിരുന്നിട്ടില്ലാത്തതുപോലെ ഞാൻ ഉണർന്നിരിക്കുക. ഇതുവരെയും മുഴങ്കാലിൽ നിന്നിട്ടില്ലാത്തതുപോലെ ഞാൻ മുഴങ്കാലിൽ നിൽക്കുക. ഇതുവരെയും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അപ്പർ ലെവൽ ഓഫ് പ്രയർ റൂം ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു? എൻ്റെ പൊന്നു ദൈവമക്കളെ, ഈ 2024 എനിക്കൊരു വിസ തരണേ, എനിക്കൊരു വീട് തരണേ, എനിക്കൊരു കാർ തരണേ, ഒന്നും വേണ്ട. പകരം ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ ഈ 2024 എൻ്റെ ആയുസ്സിൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രയർ ലൈഫ് എനിക്കിതാ. ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് വരെ ഞാൻ ഉപവസിച്ചിട്ടില്ലാത്തതുപോലെ എനിക്കൊന്ന് ഉപവസിക്കണം. ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത അന്യഭാഷകൾ എനിക്ക് പറയണം. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ദർശനങ്ങൾ എനിക്ക് കാണണം. ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ലാത്ത ദൈവശബ്ദങ്ങൾ എനിക്ക് കേൾക്കണം. I want to be in a higher realm of spirituality. I want to be in the upper room of prayer. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? ആഗ്രഹത്തോടെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത അന്യഭാഷ, ഇതുവരെ ഞാൻ ആരാധിച്ചിട്ടില്ലാത്ത പോലെ ആരാധന. ഇതുവരെ ടൈം ലിമിറ്റിനകത്ത് അവസാനിപ്പിച്ചതുപോലെ അല്ല, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആരാധന, നിർത്താൻ കഴിയാത്ത ആരാധന, പാസ്റ്റർമാർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന. മൈക്ക് സെറ്റ് ഓഫ് ചെയ്തിട്ട് പാസ്റ്റർമാർ മാറി നിൽക്കട്ടെ, ദൂതന്മാർ ഇറങ്ങി നിന്ന് അഭിഷേകത്തിന്റെ തീപ്പൊരി പാസ്റ്റർമാർ വന്ന് തലേ കൈവച്ച് പ്രവചിക്കുന്ന കാലം മതി. പകരം പാസ്റ്റർമാർക്ക് പ്രസംഗിക്കാൻ കഴിയാതെ പോലെ ഈ ഇരിക്കുന്ന പൊടിക്കൊച്ചുങ്ങൾ എഴുന്നേറ്റ് പ്രവചിച്ചു തുടങ്ങട്ടെ. ഫ്രാത്തിൽ വെള്ളം കരകവിഞ്ഞൊഴുകട്ടെ.